بسم الله الرحمن الرحيم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അഭിവന്ദ്യരായ സദസ്സിലിരിക്കുന്ന നേതാക്കളെ, ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം ഇന്ന് കാണുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന അഥവാ ഇസ്ലാമിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികൾ അത് ഇസ്ലാമികമല്ല എന്ന് അടിവരയിട്ടുകൊണ്ട് ഞാൻ പറയട്ടെ. എന്തുകൊണ്ട് അല്ല എന്ന് ചോദിച്ചാൽ, ഒരാളെയും കാരണങ്ങളില്ലാതെ, മനുഷ്യനെ എന്നല്ല, ഒരു പറവയെപ്പോലും അല്ലെങ്കിൽ ഒരു കൊച്ചു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കാൻ നമുക്ക് അധികാരം തന്നിട്ടില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഇസ്ലാമിന്റെ ഗവർണറായിരുന്ന അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിലൂടെ താൻ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈജിപ്ത് തന്റെ കീഴിൽ വന്നു. ഡമാസ്കിൽ താൻ എത്തിയപ്പോൾ, താനും കൂട്ടരും എത്തിയപ്പോൾ, ഡമാസ്കസ് വിടാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ അവിടുത്തെ അമുസ്ലിം സുഹൃത്തുക്കൾ വന്നുകൊണ്ട് പറഞ്ഞു, ഈ പ്രദേശം വിട്ട് നിങ്ങൾ പോകാൻ പാടില്ല, ഞങ്ങൾക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. ഇതേ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിലൂടെ കടന്നു പോകുമ്പോൾ തന്റെ തമ്പ് അഴിക്കാൻ നിർബന്ധിതനായി. ചെന്ന് നോക്കുമ്പോൾ കൊച്ചു പറവ, ഒരു പക്ഷി കൂട് കൂട്ടിയിരിക്കുന്നു. കൂട്ടിൽ പക്ഷിയുടെ മുട്ടയുമുണ്ട്. ആ തമ്പ് പൊളിക്കാതെ ആ തമ്പ് അവിടെ തന്നെ നിർത്തിക്കൊണ്ട് അദ്ദേഹം സ്ഥലം വിടുകയായിരുന്നു. കാരണം ആ പക്ഷിയെ ഉപദ്രവിക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അതിനെ സ്നേഹിക്കുക ധർമ്മമാണ്, ഗുണമുള്ളതാണെന്ന് പഠിപ്പിച്ച ഇസ്ലാം, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, പ്രത്യേകിച്ച് മനുഷ്യന്റെ സ്വന്തം സഹോദരനെ, തന്നെ പോലെ രക്തമുള്ള മനുഷ്യനെ കൊല്ലുക അവന് സാധ്യമല്ല. അദ്ദേഹം പറഞ്ഞതുപോലെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇസ്ലാം ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. രണ്ടാമതായി, ഞാൻ 10 കൊല്ലം മുമ്പ് പിരിഞ്ഞു പോന്നാണ് ISROയിൽ നിന്ന്. ഇപ്പോഴും അറിയപ്പെടുന്നത് ISRO സയന്റിസ്റ്റ് എന്നാണ്. ജീവിതത്തിന്റെ പ്രശ്നങ്ങളാൽ ISRO വിടണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടല്ല, എന്റെ ജീവിത പ്രശ്നങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും ഗൾഫിൽ പോയതുപോലെ എനിക്കും ഗൾഫിലേക്ക് പോകേണ്ടി വന്നു. പക്ഷെ ഭാഗ്യത്തിന് അത്തരം വർക്കുമായി എന്നും ബന്ധപ്പെടാൻ കഴിഞ്ഞതുകൊണ്ട് ഇത്തരം മേഖലകളിൽ ചിന്തിക്കാൻ കഴിഞ്ഞു. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഞാൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അത്യന്താധുനിക യുഗം എന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നേരത്തെ പ്രാസംഗികർ പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവിക മതം എന്നതിന്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കാനുള്ള പ്രധാന കാരണം ഖുർആനിക തത്വങ്ങൾക്ക് അന്താരാഷ്ട്ര തലങ്ങളിലും ബുദ്ധിജീവികളുടെ ഇടയിലും അംഗീകാരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിനു മുമ്പ് അതിനെ മനസ്സിലാക്കണമെങ്കിൽ ഈ ലോകം എവിടെ നിൽക്കുന്നു എന്നുള്ള ചെറിയൊരു എത്തിനോട്ടം നാം നടത്തിയാൽ മാത്രമേ അതുമായി ഒരു കമ്പാരിസൺ, ഒരു അനാലിസിസ് നമുക്കത് ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്റെ ഫസ്റ്റ് സ്ലൈഡിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ലോകം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. നാം സയൻസിന്റെ മേഖലയിലൂടെ, എനിക്ക് സാമൂഹ്യ ശാസ്ത്രത്തെക്കുറിച്ച് വലിയ പരിജ്ഞാനമില്ല, എക്കണോമിക്സിനെ കുറിച്ച് വലിയ പരിജ്ഞാനമില്ല, എന്റെ വിഷയം സയൻസ് ആയതുകൊണ്ട് സയൻസിന്റെ ഭാഷയിൽ, ടെക്നോളജിയുടെ മാനത്തിൽ ലോകം എവിടെ നിൽക്കുന്നു എന്നുള്ള ഈ സ്ലൈഡ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓർഗൻസ് അഥവാ ഇപ്പൊ രോഗികൾക്ക് കണ്ണ്, കാത്, മൂക്ക്, ലങ്സ്, ഹാർട്ട് വേണമെങ്കിൽ അത് ലഭിക്കാനുള്ള ഷോപ്പുകൾ തുറക്കുന്ന കാലഘട്ടം വിദൂരമല്ല. അതിന്റെ ടെക്നോളജിയുടെ പേരാണ് ബയോടെക്നോളജി എന്നുള്ളത്, സ്റ്റെം സെൽ റിസർച്ച്. അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല, വിഷയം അതല്ലാത്തതുകൊണ്ട്. ഇനി ഒരു മനുഷ്യന് ഒരു പ്രത്യേക തരം ഭക്ഷണം ആവശ്യമായി വരുന്നു. ഒരു പ്രത്യേക തരം ഭക്ഷണത്തിനോട് വലിയ താല്പര്യമുണ്ട്. അഥവാ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ നാട്ടിലുള്ള ഒരു ഫാമിൽ വളർത്തിയ കോഴിയെ മാത്രമേ അവൻ കഴിക്കൂ എന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു വാശിയുള്ള മനുഷ്യന് ഈ കോഴിയെ തന്നെ അവൻ യാത്ര ചെയ്യുന്ന ആളാണ് എന്നും കഴിക്കണമെങ്കിൽ ബയോടെക്നോളജിസ്റ്റുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്, നിങ്ങൾ ആ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ആ കോഴിയുടെ ആ കോഴിയുടെ എല്ലിന്റെ ഒരു കഷ്ണം നിങ്ങൾ എന്നും പോക്കറ്റിൽ കരുതുക. അങ്ങനെ കരുതിയാൽ അതിൽ നിന്നൊരു സെല്ലെടുത്ത് അതേ കോഴിയെ റീക്രിയേറ്റ് ചെയ്ത് അതേ പ്രോപ്പർട്ടി, കാരണം DNA ഉണ്ടെങ്കിൽ അത് കോപ്പി എടുക്കാൻ പറ്റും. അപ്പൊ അതൊന്ന് വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് എന്റെ അവസാനത്തെ സ്ലൈഡിൽ എന്റെ ഇമെയിൽ ഉണ്ടാകും. ഈ വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇമെയിൽ അയക്കണം, ഞാനുള്ള മറുപടി തരും, അതിന്റെ ഡോക്യുമെന്ററി എവിഡൻസ് തരും. കോൺകറിംഗ് ടൈം ആൻഡ് സ്പേസ്. പിന്നെ മനുഷ്യൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് സമയം, ദൂരങ്ങൾ വെട്ടിപ്പിടിക്കുക, സമയം ചുരുക്കുക എന്നുള്ളതാണ്.
അപ്പൊ അതെങ്ങനെ മനുഷ്യൻ നേടിയെടുത്തു എന്നുള്ളതും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അടുത്ത സ്ലൈഡിൽ ഉള്ളത് കൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. ഇനി ശാസ്ത്രം ആഗ്രഹിക്കുന്നത്, ടെക്നോളജി ആഗ്രഹിക്കുന്നത് ഇന്റർനെറ്റ് എന്ന് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. ആ ഇന്റർനെറ്റിലൂടെ നാം ലോകത്തുള്ള വസ്തുതയെക്കുറിച്ച് പഠിക്കാൻ പറ്റും. ഉദാഹരണത്തിന് പാരീസിലുള്ള ഇന്നലെ ഇറങ്ങിയ ഒരു പെർഫ്യൂം നമുക്ക് ആവശ്യമുണ്ട്. ഇന്റർനെറ്റിലൂടെ ഞാൻ പോയാൽ ആ പെർഫ്യൂമിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ കിട്ടും. ഇനി നാം മനസ്സിലാക്കേണ്ടത് ഈ പെർഫ്യൂം പാരീസിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്റർനെറ്റിലൂടെ എനിക്ക് പെർഫ്യൂമിനെ കുറിച്ച് കാണാം. ആരെങ്കിലും പെർഫ്യൂം അതിന്റെ കളർ കണ്ടുകൊണ്ട് മേടിക്കാറുണ്ടോ? ഉണ്ടോ? ഒരു അത്തർ, പെർഫ്യൂം എന്ന് വെച്ചാൽ അത്തർ കളർ നോക്കിയിട്ടാണ് നമ്മൾ മേടിക്കാറ്. എങ്ങനെ മേടിക്കാറ്? അത്തറിന്റെ മണം വേണം അല്ലേ? ജാസ്മിനാണോ റോസാണോ? ഈ മണം നമ്മുടെ റൂമിലെത്താൻ എന്റെ കമ്പ്യൂട്ടറിലിരുന്ന് ഞാൻ ബട്ടണമർത്തി പാരീസിലിരിക്കുന്ന ആ കമ്പ്യൂട്ടർ കമ്പനിയുടെ, ആ പെർഫ്യൂം കമ്പനിയുടെ, അത്തർ കമ്പനിയുടെ ബോട്ടിലിൽ ഒന്നമർത്തിയാൽ ആ ബോട്ടിൽ അവിടെ തുറക്കും, മണം എനിക്ക് ഇവിടെ കിട്ടും. ആ ടെക്നോളജി ശാസ്ത്രം നേടിക്കഴിഞ്ഞു. ഇനി നാനോ ടെക്നോളജി. എന്താ ഈ നാനോ ടെക്നോളജി? നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ ചെറിയ തരം റോബോട്ടുകൾ, ഉറുമ്പിനത്രോ പോലും വലുപ്പമില്ലാത്ത റോബോട്ടുകൾ നിങ്ങളെ നരമ്പിലൂടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അത് പറയും, പ്രത്യേകിച്ച് തലശ്ശേരി കണ്ണൂർക്കാരോട് പറയും, കല്ലുമ്മക്കായി കഴിക്കുമ്പോൾ പറയും കൂടുതൽ കഴിക്കാൻ പാടില്ല, ദാറ്റ് കണ്ടെയ്ൻസ് കൊളസ്ട്രോൾ. നിങ്ങൾ ഉപ്പുകൂടി ഭക്ഷണം കഴിക്കുമ്പോൾ പറയും അത് കൂടുതൽ കഴിക്കാൻ പാടില്ല. ഇപ്പൊ ഞാൻ എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു അപ്പം കഴിച്ചു, മനോഹരമായി ഉണ്ടാക്കിയ അപ്പം, ബ്രെഡിനകത്ത് സ്റ്റഫ് ചെയ്ത മുട്ടയെ കൂടിയിട്ടുള്ള അപ്പം. അത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ് കൊളസ്ട്രോൾ ഉള്ള എണ്ണ ഉണ്ടെന്നുള്ളത്. പക്ഷേ ആ റോബോട്ട്, ടൈനി നാനോ ടെക്നോളജി റോബോട്ട് ഉണ്ടെങ്കിൽ അതെന്നോട് പറയും അത് കൂടുതൽ കഴിക്കരുത്, കൊളസ്ട്രോൾ കണ്ടന്റ് ഉണ്ട്. ആ ടെക്നോളജി മനുഷ്യൻ വികസിക്കാൻ പോകുന്നു. കോൺകറിംഗ് ഡെത്ത്. ഇനി മനുഷ്യൻ ആഗ്രഹിക്കുന്നത്, എല്ലാവരും ആഗ്രഹിക്കുന്നത് എങ്ങനെ മരിക്കാതെ കഴിയും എന്നുള്ളതാണ്. എന്റെ വിഷയം ഖുർആനും സയൻസും ആയതുകൊണ്ട് താഴെ കൊടുത്ത കോൺകറിംഗ് ഡെത്ത് അഥവാ മരിക്കാതിരിക്കാനുള്ള വിദ്യ ഒഴിച്ചുള്ളതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു. ശാസ്ത്രം അതിവിദൂരമല്ലാത്ത കാലഘട്ടത്തിൽ നേടിയെടുക്കും. അതിന്റെ നമുക്ക് കാണാൻ കഴിയുന്ന തെളിവുകൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ കോൺകറിംഗ് ഡെത്ത് എന്നുള്ള ഇത് ഞാൻ ശാസ്ത്രത്തോട് പറയുന്നു, നിങ്ങൾ ശ്രമിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഇതിനൊക്കെ പ്രോത്സാഹനം തരുന്ന പരിശുദ്ധ ഖുർആൻ പറയുന്നു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മനുഷ്യൻ, ഏതൊരു നഫ്സും ഏതൊരു മനുഷ്യനും ഒരിക്കൽ മരണത്തിന് രുചിയറിയും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആ ടൈം ഫ്രെയിമിൽ മരിക്കാതെ ജീവിക്കാൻ, അഥവാ നമുക്ക് അനുവദിച്ച ആയുസിനുള്ളിൽ വയസ്സാകാതെ ജീവിക്കാൻ പറ്റുമോ? പോസിബിൾ. ശാസ്ത്രം നിങ്ങൾ അബുദാബിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അന്താരാഷ്ട്ര തലങ്ങളിലുള്ള ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ കോസ്മെറ്റിക്സിന്റെ സെക്ഷനിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത് വ്രിങ്കിൾ ഫ്രീ എന്ന് മനസ്സിലായല്ലേ? തൊലി ചുളിയാതിരിക്കാനുള്ള, നിങ്ങളുടെ യുവത്വം തിരിച്ചെടുക്കാനുള്ള മരുന്നുകൾ. വലിയ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മുടി നരക്കാതിരിക്കാനുള്ള ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രം ഒരുപക്ഷെ നമുക്കത് നേടിത്തരും. എല്ലാവർക്കും വലിയ സന്തോഷമായല്ലേ? പക്ഷേ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഗവേഷണവുമായി മുന്നോട്ട് പോകുന്നത് നമുക്ക് പറയാനുള്ളത് ഡോണ്ട് അറ്റംപ്റ്റ് ഇറ്റ്. കാരണം അല്ലാഹു തആല അസന്നിഗ്ധമായി പറഞ്ഞതാണ്. കാരണം ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു, കുട്ടികൾ മരിക്കുന്നു, ചെറുപ്പക്കാർ മരിക്കുന്നു. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വൈദ്യശാസ്ത്രം പറഞ്ഞു. ഇന്നലെ വരെയും വൈദ്യശാസ്ത്രം മനുഷ്യന് മനസ്സിലാക്കിയത് ഒരു കാറിനെ പോലെ, അല്ല ഓടിപ്പോകുന്ന ഒരു മെഷീനെ പോലെയാണ്. ഇന്ന് ശാസ്ത്രം പറയുന്നു നോ, ഞങ്ങൾക്ക് ഇന്ന് വൈദ്യശാസ്ത്രം പറയുന്നു അങ്ങനെയല്ല. ബോഡി ആൻഡ് മൈൻഡ്. ആ മൈൻഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അത് നമ്മുടെ CT സ്കാനിൽ പെടുന്നില്ല, അത് നമ്മുടെ എക്സ്റേയിൽ പതിയുന്നില്ല. ബ്രിട്ടനിലൊക്കെ അതിനെക്കുറിച്ചുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ചുരുക്കത്തിൽ കാലത്തിന്റെ ഗതിയാണ്. ഇനി ആസ്ട്രോണമിയെ കുറിച്ച് പഠിച്ചിട്ട് വൈദ്യശാസ്ത്രം പറയുന്നു, അവർ ഉപഗ്രഹം അന്തരീക്ഷം, അതായത് സ്പേസിലേക്ക് വിട്ടിട്ട് പറയുന്നു ഞങ്ങൾ ചൊവ്വ വരെ എത്തി. ഈ ചൊവ്വയിൽ ചെന്ന് നോക്കിയപ്പോൾ കുറെ കാര്യങ്ങൾ സന്തോഷത്തിന് വക നൽകുന്നു. ഒരു കാര്യം ഞങ്ങൾ ദുഃഖിപ്പിക്കുന്നു. ഓഗസ്റ്റ് 2003 ചൊവ്വാഗ്രഹം അതിന്റെ കറക്കം, മുന്നോട്ടുള്ള കറക്കം പതിയൊന്ന് സ്ലോ ഡൗൺ ചെയ്ത് അത് പിന്നോട്ട് ചലിച്ചിരിക്കുന്നു. അതിനർത്ഥം ചൊവ്വാഗ്രഹത്തിൽ സൂര്യൻ എവിടെ സൂര്യൻ ഉദിക്കുന്നത്? നിങ്ങളെ കണ്ണൂര്, തലശ്ശേരിയിൽ കിഴക്കോ പടിഞ്ഞാറോ? കിഴക്ക്. ചൊവ്വാഗ്രഹത്തിലും കിഴക്കാണ് ഉദിച്ചിരുന്നത്. പക്ഷേ ഓഗസ്റ്റ് 2003 കണ്ടൊരു മാറ്റം, പടിഞ്ഞാറ് ഉദിച്ചിരിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു മറ്റ് 9 ഗ്രഹങ്ങളിൽ, മറ്റ് ഗ്രഹങ്ങളിലും
ഈ കാണുന്ന താഴെ കാണുന്ന ഗ്രഹങ്ങൾക്കൊഴികെ മറ്റു ഗ്രഹങ്ങളിലും അത് സംഭവിച്ചിട്ടുണ്ട് എന്ന സൂചനകൾക്ക് ലഭിച്ചിരിക്കുന്നു. പക്ഷേ ഇനി സംഭവിക്കാൻ ബാക്കിയുള്ളത് വീനസ് അഥവാ ബുധനും പിന്നാരാ നമ്മയും വഹിച്ചുകൊണ്ട്, ഞാൻ പ്രസംഗം തുടങ്ങിയ പോയിന്റിൽ നിന്ന് നമ്മയും വഹിച്ചുകൊണ്ട് സ്പേസിലെ ഏതോ കോണിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ അഥവാ ഭൂമി, തന്നെയുമല്ല നമ്മളെയും കൊണ്ട് 2000 കിലോമീറ്റർ പെർ അവറിൽ പ്ലെയിനേക്കാളും വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി, ഈ ഭൂമിയിൽ അടുത്തത് സംഭവിക്കാൻ ഇടയുണ്ടത്രേ. ദുഃഖിക്കുന്ന വാർത്ത. ഖിയാമത്ത് നാളിന്റെ അലാമത്തുകൾ ലോകാവസാനത്തിന്റെ കാരണങ്ങളായി, ലോകാവസാനം അടുക്കുന്നു എന്ന കാരണങ്ങളായി 1500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാൾ വരാനുണ്ട്, അതിന്റെ അടയാളങ്ങൾ ചെറുത് ഇങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. വലിയ അടയാളങ്ങൾ വരികയാണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി ഓഫ് കമ്മിങ് ഇൻ, വരുന്ന വേഗത, നിങ്ങൾ ദിക്ർ ചെല്ലുന്ന തസ്ബീഹ് മാല, ആ മാലയുടെ ആ തസ്ബീഹിന്റെ നൂലൊന്ന് പൊട്ടിയാൽ ഏത് രീതിയിൽ ആ മുത്തുകൾ താഴേക്ക് പോകുമോ ആ രീതിയിൽ സംഭവിക്കും. അതിൽപ്പെട്ട ഒരു അടയാളമാണ്, അലാമത്താണ് ഭൂമിയിൽ സൂര്യൻ കണ്ണൂരിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും. അത് സംഭവിച്ചാൽ നിങ്ങൾക്ക് സമയമില്ല. അതുകൊണ്ട് ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നു, ചൊവ്വാഗ്രഹത്തിൽ എത്തിയ പേടകം നമുക്ക് പറഞ്ഞു തരുന്നു, ചൊവ്വയിൽ അത് സംഭവിച്ചുവെങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഭൂമിയിലും അത് സംഭവിക്കാം. ശാസ്ത്രം വളരെ കണിശമായി കണക്കൂട്ടി പറയുന്നു എങ്ങനെ ഈ ഭൂമി ഉണ്ടായി, അല്ലെങ്കിൽ എങ്ങനെ ഈ സൂര്യനുണ്ടായി, അല്ലെങ്കിൽ എങ്ങനെ ചന്ദ്രനുണ്ടായി, ഈ കാണുന്ന ഗാലക്സിയും സോളാർ സിസ്റ്റവും എങ്ങനെ ഉണ്ടായി എന്ന് മഹാവിസ്ഫോടന സിദ്ധാന്തം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് 1950കളിൽ ശാസ്ത്രം പറഞ്ഞു. ഏകദേശ രൂപം പറഞ്ഞപ്പോൾ ഇന്ന് അമേരിക്കയുടെ നാസ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് പറയുന്നു, ഇന്ന് ഞങ്ങൾക്ക് വളരെ കണിശമായി കണക്കുകൂട്ടി പറയാൻ പറ്റും ഇന്ന കൊല്ലത്തിൽ ഇന്ന ആണ്ടിലാണ് സംഭവിച്ചത്. പക്ഷേ ഒരു കാര്യം അവർ പറയുന്നത്, ശൂന്യതയിൽ നിന്നാണ് ഇത് സംഭവിച്ചത്, പൊട്ടിത്തെറിച്ചത്. നാം ചോദിക്കുന്ന ഒത്തിരി ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. എങ്ങനെ പൊട്ടിത്തെറിച്ചു, എന്തുകൊണ്ട് പൊട്ടിത്തെറിച്ചു, എന്താണ് അതിനെ പൊട്ടിത്തെറിപ്പിച്ചത്? നോ ആൻസർ. കൂട്ടത്തിൽ അവർ പറയുന്നു, ഞങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് ഇറങ്ങിയ ഒരു വീഡിയോ കാസറ്റിൽ അവർ പറയുന്നു, ഒട്ടനവധി ബുദ്ധിജീവികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എങ്ങനെ പ്രപഞ്ചം ഉണ്ടായി എന്ന ചർച്ചയിൽ അവർ പറയുന്നു, ഞങ്ങൾക്ക് ഈ കാണുന്ന ഈ പ്രപഞ്ചം ഉണ്ടായി 100 വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു, 1000 വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു, 100 വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്നൊക്കെ വളരെ കണിശമായി നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. എങ്കിലും പ്രപഞ്ചം ഉണ്ടായ തൊട്ട് പിന്നാലെ കാണുന്ന ഒരു പ്രകാശം അത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ വളരെയധികം ശ്രമിച്ചു നോക്കി. നമ്മുടെ സ്പെക്ട്രോസ്കോപ്പി, അത് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര്, അത് വെച്ച് നാം ഒന്ന് പഠിച്ചു നോക്കി. ബട്ട് ആ പോയിന്റ് ഓഫ് ടൈമിൽ പ്രപഞ്ച മഹാവിസ്ഫോടനം ഉണ്ടായ ഉടനെ കാണുന്ന ആ പ്രകാശം, അഥവാ മഹാവിസ്ഫോടനത്തിന് കാരണമായ പ്രകാശമാണോ ആ പ്രകാശം എന്ത് എന്ന് നമ്മുടെ സയൻസിന്റെ ഭാഷയിൽ സ്പെക്ട്രോസ്കോപ്പിയുടെ സഹായത്താൽ നോക്കിയിട്ടും മനസ്സിലാകുന്നില്ല. എന്താണ് ഈ പ്രകാശം? ഉത്തരവുമായി അന്വേഷണം നടക്കുന്ന ഒരാൾക്ക് മനസ്സമാധാനം കിട്ടുന്ന ഒരു മേഖല പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, അവലം യറല്ലദീന കഫറു അന്ന അസ്സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ. അവലം യറല്ലദീന കഫറു, സത്യത്തെ നിഷേധിക്കുന്ന ജനങ്ങൾ കാണുന്നില്ലയോ, ആ കാണുന്ന ആകാശങ്ങളും ഭൂമിയും ഒരൊറ്റ കഷ്ണമായിരുന്നു എന്നുള്ളതും റത്ഖൻ, നാം ആണ് അതിനെ പൊട്ടിത്തെറിപ്പിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പര്യാപ്തമായ തുല്യമായ അളവിൽ ഓക്സിജനും ചെടികൾക്ക് വളരാൻ ആവശ്യമായ നൈട്രോജനും, ഇന്ന് കാണുന്ന ഈ സദസ്സിൽ ഇന്ന് കാണുന്ന ഈ ഓക്സിജന്റെ അവൈലബിലിറ്റി, ലഭ്യത ഒന്ന് കുറഞ്ഞാൽ ഇവിടെ ആർക്കും ഇരിക്കാൻ കഴിയില്ല. ഏതെങ്കിലും സ്വിച്ച് ഉണ്ടോ? അതേസമയത്ത് ഈ ഓപ്പറേറ്ററിന്റെ സ്വിച്ച് കൈയൊന്ന് മാറി തട്ടിപ്പോയാൽ ഈ ലൈറ്റ് കത്തോ? കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി നമുക്കൊരു നെഞ്ചുവേദന അനുഭവിച്ചു വിചാരിക്കുക, നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓക്സിജൻ മാസ്ക് വെക്കുമ്പോഴേ ഓക്സിജന്റെ വില നാം അറിയൂ. തിരിച്ചു പോരുമ്പോൾ ഡോക്ടർ ബില്ല് തരും. അപ്പൊ മനസ്സിലാകും ആ ഒരു സിലിണ്ടർ ഓക്സിജന്റെ വില ഇതായിരുന്നു. ശാസ്ത്രം പറഞ്ഞു തരുന്ന ഭാഗത്ത് ഒട്ടനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം തരാതെ പോകുന്ന ശാസ്ത്രം പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പറയുന്നു,
അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള, ആ കാണുന്ന ആകാശങ്ങളും ഈ ഭൂമിയും കാനത്താ റത്ഖൻ, അതൊരൊറ്റ കഷ്ണമായിരുന്നു. ആൻഡ് വി ഡിഡ് ദ എക്സ്പ്ലോഷൻ, നാം ആണ് അതിനെ പൊട്ടിത്തെറിപ്പിച്ചത്. ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, സമയം സ്പേസ് കോൺകർ ചെയ്യണം. അഫ്ഗാൻ യുദ്ധത്തിന് ശേഷം അമേരിക്കയിലെ ബുദ്ധിജീവികൾ ഇരുന്ന് ആലോചിച്ചു, ഈ സമയം, ഞാൻ എടുത്ത സമയം, വാർ പ്ലെയിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ സമയം വളരെ വലുതായി പോയി, ആ സമയം ഒന്ന് കുറക്കണം. അമേരിക്കയിലെ 7 കമ്പനികളുടെ അധിപന്മാരെ വിളിച്ചിട്ട് ഗവൺമെന്റ് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഈ സമയം കുറച്ചു തരണം. പോപ്പുലർ മാഗസിൻ 2003 വന്ന കട്ടിങ്ങാണ്, ആർക്കും മറിച്ചു നോക്കാം. എന്റെ വക ഞാനൊന്നും പറയുന്നില്ല, ഇറ്റ്സ് ഓൾ ഫ്രം ദ എവിഡൻസ് ഓഫ് ദ സയൻസ് മാഗസിൻ. അവരോട് പറഞ്ഞു ഗവൺമെന്റിന്റെ ആവശ്യം. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് 50 വർഷം തന്നാൽ 50 വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലെയിൻ ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. 1.5 മണിക്കൂർ കൊണ്ട് ലോകത്തെവിടെയും വാർഷിപ്പുകൾ എത്തിക്കാൻ പറ്റുന്നതും ലോകത്തെങ്ങോട്ടും ആളുകൾ അയക്കാൻ പറ്റുന്നതുമായ പ്ലെയിൻ ഞങ്ങൾ കണ്ടുപിടിച്ചു തരാം. ആ ഭാഗത്ത് 2035 അവർ ഗവൺമെന്റ് നൽകാം എന്ന് പറഞ്ഞ ഒരു സാധനം എന്റെ ശ്രദ്ധ വല്ലാതെ പിടിച്ചുപറ്റി. ഒരു കൊച്ചു പ്ലെയിൻ. അന്താരാഷ്ട്ര തലങ്ങളിൽ ട്രാവൽ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, എയർപോർട്ടുകളിൽ കൂടുതൽ കാണുന്ന പ്ലെയിൻ ഫെഡെക്സിന്റെ വിമാനം. ഫെഡെക്സ് എന്താ? ഫെഡറൽ എക്സ്പ്രസ് കുരിയർ സർവീസ് കമ്പനി. ആ കമ്പനി കത്തും സാധനങ്ങളുമായി ലോകത്ത് ഇങ്ങനെ പോകുന്നു. അവരുടെ ആവശ്യം ഈ കത്ത് സോർട്ട് ചെയ്യാൻ കുറെ സമയം. ഈ കത്തിനെ സുഖമായി സ്വയം മനസ്സിലാക്കി അതിന്റെ ആൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പ്ലെയിൻ ഞങ്ങൾ എത്തിച്ചു തരാൻ എന്റെ ചിന്ത പോയത്, എങ്ങനെ ഈ ചിന്ത അവരുടെ മനസ്സിലുദിച്ചു? ഞാൻ കുറെ ആലോചിച്ചു ആ ഭാഗത്ത്. ഉടൻ ഞാൻ ഓതിപ്പടിച്ചൊരു ഭാഗം എന്റെ മനസ്സിലേക്ക് വന്നു. അള്ളാഹുവിന്റെ പ്രവാചകനായ സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ സേനാധിപന്മാരിൽപ്പെട്ട ഒരു പക്ഷിയെ കാണാനില്ല. പക്ഷിയുടെ പേരാണ് നമ്മുടെ നാട്ടിൽ മരംകൊത്തി പക്ഷി. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് അവർ പറയുന്നു, വി കോൾ ഇറ്റ് എൻജിനീയർ ബേർഡ്. അതിനെക്കുറിച്ച് അവർ പഠിച്ചു, അതിന്റെ ബുദ്ധിയെക്കുറിച്ച് പഠിച്ചു. ഈ പക്ഷി വന്ന് പറഞ്ഞു, അന്നാട്ടിൽ ഒരു രാജ്ഞിയുണ്ട്, അവർ ദൈവത്തെ നിഷേധിക്കുന്നു. നീ പറയുന്നത് ശരിയാണെങ്കിൽ ഒരു കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നീ കത്തുമായി പോകണം. ആരോട്? ഹുദ്ഹുദ പക്ഷിയോട്, അഥവാ മരം കൊത്തി പക്ഷിയോട്. സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞു 3 ഇൻസ്ട്രക്ഷൻ കൊടുത്തു. പോകുക മാത്രമല്ല, നീ ഉറപ്പുവരുത്തണം ഈ കത്ത് ബിൽക്കീസിന് കിട്ടി എന്ന് നീ ഉറപ്പുവരുത്തണം. നമ്മൾ സാധാരണ രജിസ്റ്റർ കത്തയക്കുമ്പോൾ ഒരു എക്നോളജ് ഫോം വെക്കാറില്ല, ആൾക്ക് കയ്യിൽ കിട്ടിയെന്ന് വേണം. അതിനുശേഷം നീ എന്ത് ചെയ്യണം? അത് വായിക്കുമ്പോൾ ബിൽക്കീസിനുണ്ടാവുന്ന വികാര വിക്ഷോഭങ്ങൾ യു ഹാവ് ടു റെക്കോർഡ് ഇറ്റ് ആൻഡ് കം ആൻഡ് ടെൽ മീ. നോക്കിയിട്ട് എനിക്ക് മനസ്സിലാക്കി പറഞ്ഞു തരണം. ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ മീറ്റിംഗ് കൂടും, ഡിസിഷൻ എടുക്കും എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട്. ആ ഡിസിഷൻസും ഞങ്ങൾക്ക് തിരിച്ചയക്കണം. എന്റെ മനസ്സിലേക്ക് ഓടിയുന്ന ചിത്രം ഇതാണ്. ഇവിടെ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധ ഖുർആൻ കൊച്ചു ഗ്രന്ഥമാണ് എങ്കിലും, പോക്കറ്റിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന രൂപത്തിൽ ആണെങ്കിലും അതിന്റെ വിശദീകരണം അനേകം വോള്യങ്ങളിൽ കാണാൻ കഴിയും. പ്രസിദ്ധ വ്യാഖ്യാതാവായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു താൻ തഫ്സീർ എഴുതിക്കൊണ്ട് പറഞ്ഞു, ഇത് ഞാൻ ഇവിടെ ചുരുക്കുകയാണ്. അങ്ങോട്ട് എഴുതാൻ പലതുമുണ്ട്, ഞാൻ തൽക്കാലം ചുരുക്കുകയാണ്. പരിശുദ്ധ ഖുർആന്റെ തഫ്സീർ ലോകത്ത് നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവ് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ആധുനിക ശാസ്ത്രകാരന്മാരുടെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. ഞാൻ വിശ്വസിക്കുന്നു, മുന്നോട്ടുള്ള ഗമനത്തിൽ ഖുർആൻ ജനങ്ങളെ ഗവേഷണത്തിൽ സഹായിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ആ പരിശുദ്ധ ഖുർആൻ അറബി ഭാഷ പഠിക്കാനുള്ള ഒരു ഗ്രന്ഥമായി ചില ഇസ്ലാമിസ്റ്റുകൾ അതിനെ ചുരുക്കിക്കളഞ്ഞു. വെറും അതിന്റെ ബാഹ്യമായ അർത്ഥം വെച്ചുകൊണ്ട് പടച്ചവൻ തന്നെ ഖുർആനിൽ പറയുന്നു, സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്തിൽ പറയുന്നു, 7 ഭൂമി മുഴുവൻ, അതിന് വെള്ളം മുഴുവൻ മഷിയായാലും മരങ്ങൾ മുഴുവൻ നിങ്ങൾ മുറിച്ച് പേനയാക്കിയാലും എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതി തീർക്കാൻ കഴിയില്ല. എന്നെക്കുറിച്ച് എഴുതുന്ന ഗ്രന്ഥമാണ് ഈ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നാം പാട്ടുരൂപത്തിലാക്കി പോക്കറ്റിൽ നടക്കുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഭംഗി? ഇവിടെ ജനങ്ങളെ ഗവേഷണത്തിൽ നയിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഗ്രന്ഥം നാം പഠിക്കാൻ തയ്യാറായാൽ ലോകത്തിന് ഒത്തിരി സംഭാവനകൾ നമുക്ക് നൽകാൻ കഴിയും. ഇനി മരിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഞാൻ പറഞ്ഞു, ശാസ്ത്രം ലണ്ടനിൽ ആശുപത്രികളിൽ
വില കൂടിയ ഉപകരണങ്ങൾ ഘടിപ്പിച്ച് ഇപ്പോൾ മനുഷ്യൻ മരിക്കും എന്ന് വിധി എഴുതിയ രോഗിയെ പഠിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിലാക്കാൻ വേണ്ടി. എന്താണ് മരണം? എന്താ മരണം? നമുക്കൊരു പരീക്ഷയിൽ ആവശ്യമുണ്ടോ മരണം എന്താണെന്നറിയാൻ വേണ്ടി? വേണോ? നാം ചെറുപ്പത്തിലെ കേട്ടുപിടിച്ചത് റബ്ബ് തന്ന റൂഹ്, ആത്മാവ് അവൻ ഉദ്ദേശിക്കുമ്പോൾ തിരിച്ചു പിടിക്കുന്നു, തിരിച്ചെടുത്തു കൊണ്ടുപോകുന്നു. ഒരു പടി കൂടി മുന്നോട്ട് പോയി പറഞ്ഞാൽ ഇന്നത്തെ വാർത്തകൾ കാണുമ്പോൾ പേപ്പർ വായിച്ചിരിക്കുന്ന ആൾ മരണപ്പെട്ടു, നടന്നു പോകുന്ന ആൾ മരിച്ചു വീണു. നാം മനസ്സിലാക്കണം, മിൻ അംരി റബ്ബിഹി. ആരെങ്കിലും റൂഹിനെ കുറിച്ച് ചോദിച്ചാൽ അത് റബ്ബിന്റെ അംറിൽപ്പെട്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇലക്ട്രിക് വയറിലൂടെ ഇലക്ട്രോണുകൾ ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ആ ഇലക്ട്രോൺ പ്രവാഹത്തിന്റെ ഉറവിടം തേടി പോകുന്നവർക്ക് ചിലപ്പോൾ കാണാൻ കഴിയുന്നത് ഇടുക്കിയിലെ ഇലക്ട്രിക് ജനറേഷൻ സെന്ററിലേക്കായിരിക്കും. അവിടെ അത് സ്റ്റോപ്പായാൽ സ്റ്റോപ്ഡ് എന്നതുപോലെ ഇങ്ങനെ മനുഷ്യൻ അള്ളാഹു കഴിവുകന് അപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അള്ളാഹു തആല തന്നെ പറഞ്ഞാണ്, രാത്രിയിൽ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നാം അതിനെ പിടിച്ചു വെക്കുന്നു, നാം ഉദ്ദേശിച്ചവർക്ക് തിരിച്ചു കൊടുക്കുന്നു. ആ ഉറക്കിൽ ഇത് തന്നില്ല ഇലക്ട്രോണെങ്കിൽ. അപ്പൊ ശാസ്ത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടിലിട്ട പക്ഷിയെ പോലെ ആ കൂട്ടിൽ നിന്ന് പക്ഷി പറന്നു പോകുന്നതാണോ മരണം എന്നതിനെ കുറിച്ച് അവർ പറയുന്നു. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. എന്നിട്ട് അവർ പറയുന്നു, മൈൻഡ് ബോഡി രണ്ട് സാധനമുണ്ട്. നാം ഇന്നത്ര നാളും മനസ്സിലാക്കിയത് അനാറ്റമിയും ഫിസിയോഗ്രാഫി അഥവാ നരമ്പും മസലും എല്ലും ഒക്കെയാണെന്നുള്ളതാണ്. ഇന്നതല്ല, എന്തോ ഒരു സാധനം നമുക്ക് മനസ്സിലാത്ത ഒരു സാധനം അതിലുണ്ട്, അതിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റുമോ എന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമുക്ക് പറയാനുള്ളത്, ഇത്രമാത്രം ഉന്നതി പ്രാപിച്ച ശാസ്ത്രം നമ്മോട് പറഞ്ഞു തരുന്നു, സാധാരണക്കാരല്ല ഈ പറയുന്നത്. അസ്ട്രോണമിയിൽ ചൊവ്വാഗ്രഹത്തെ പോലും നോക്കിക്കണ്ടു എന്ന് പറയുന്ന ശാസ്ത്രം, അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചവർ പറയുന്നു, മഹാപ്രപഞ്ചത്തിന്റെ ഒരു കോണ്, കൊച്ചു കോണ് മാത്രമാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അന്നത്തെ അതിന്റെ കണക്കും പറഞ്ഞു വരുന്നു. ആ മഹാപ്രപഞ്ചത്തിന്റെ 4% മാത്രമാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. എന്നിട്ട് അവർ പറയുന്നു, നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങൾ അടുത്ത് തന്നെ ഒരു പേടകം അയക്കാൻ പോകുന്നുണ്ട്, കുറെ കൂടി ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തരാൻ കഴിയും. മെഡിസിന്റെ അവസ്ഥ പ്രത്യേകിച്ച് ഞാൻ ഈ സ്ലൈഡ് എന്തിനിട്ടു എന്ന് ചോദിച്ചാൽ, തലശ്ശേരി കണ്ണൂർ ഭാഗങ്ങളിൽ ക്യാൻസറുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയട്ടെ. മെഡിക്കൽ സയൻസ് എത്രമാത്രം പുരോഗമിച്ചു എങ്കിലും നിങ്ങൾ ഒരു ഡോക്ടറോട് ആത്മാർത്ഥമായി ചോദിക്കുക, ഡോക്ടർ എന്റെ ബ്ലഡ് പ്രഷർ നിങ്ങളൊന്ന് മാറ്റിത്തരുമോ? എനിക്ക് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ മാറ്റിത്തരാൻ കഴിയില്ല, ബട്ട് ഐ ക്യാൻ കൺട്രോൾ യുവർ ബ്ലഡ് പ്രഷർ. കൊളസ്ട്രോൾ ഒന്ന് മാറ്റിത്തരും ഡോക്ടർ? നോ. നിങ്ങളൊരു സിദ്ധവൈദ്യന്റെ അടുത്ത് പോകും, നമുക്ക് ദൈവീകമായി കിട്ടിയ ആയുർവേദ വൈദ്യന്റെ അടുത്ത് പോകും, അയാൾ നമ്മളെ സമാധാനിപ്പിക്കും, മകനെ നമുക്ക് ശ്രമിക്കാം, മാറ്റിയെടുക്കാം. ആധുനിക വൈദ്യശാസ്ത്രജ്ഞൻ പറയും, മാറ്റിയെടുക്കാൻ പറ്റില്ല, വിൽ മാനേജ്. ക്യാൻ യു ക്യൂർ ദ ക്യാൻസർ ഡോക്ടർ? നോ, ഐ ക്യാൻ മാനേജ് യുവർ ക്യാൻസർ. ക്യാൻസർ മാറ്റാൻ പറ്റുമോ? പറ്റൂല, ഞങ്ങൾക്ക് മാനേജ് തരാം. പിന്നെ എന്തിന് ഇത്രമാത്രം വലിയ മെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാകണം? 50 ലക്ഷം കൊടുത്ത് മെഡിക്കൽ സീറ്റ് മേടിക്കുന്ന ഡോക്ടർ അത് തിരിച്ചെടുത്തില്ലെങ്കിൽ മാത്രം. എന്നോട് എന്റെ അടുത്ത സുഹൃത്ത് ഡോക്ടർ അജിത് കുമാർ ട്രിവാൻഡ്രത്ത് പറഞ്ഞു, മനുഷ്യന് കൊണ്ടു നടക്കാൻ പറ്റുന്ന വില കുറഞ്ഞ ഒരു ഡയാലിസിസ് മെഷീൻ കണ്ടുപിടിച്ചാൽ കുറെ കിഡ്നി പേഷ്യന്റുകൾ ഇല്ലാതാകും. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ? അയാൾ മെഡിക്കൽ ഡോക്ടർ. എന്റെ അടുത്ത സുഹൃത്ത് നിരന്തരം സ്ഥാപിച്ചുകൊണ്ട് ഡോക്ടർ അജിത് കുമാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അജിത് കുമാർ, എന്റെ ടെക്നോളജി ഞാനും സഹായിക്കാം, നിങ്ങളെ മെഡിക്കൽ സയൻസ് നിങ്ങൾ സഹായിക്കൂ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ശ്രമിക്കാം. ഒരു കിഡ്നി അഥവാ ഡയാലിസിസ് മെഷീൻ ജനങ്ങൾക്ക് ഉപകരിക്കട്ടെ. 1800 രൂപയാണ് ഒരൊറ്റ ഡയാലിസിസിന്. പേഷ്യന്റ് ഡോക്ടറെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്നെന്നും അവൻ അടിമയായി കഴിഞ്ഞു ഡോക്ടറുടെ. എന്തുകൊണ്ട് കിഡ്നി രോഗം വർദ്ധിച്ചു വരുന്നു? ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ട്രെയിനിൽ വെച്ച് TT പരിചയപ്പെട്ടു. മിസ്റ്റർ ബാലൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഗവൺമെന്റ് തലങ്ങളിൽ ആരോടെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഇടപ്പള്ളി ഭാഗത്ത് ഇടപ്പള്ളി സ്റ്റേഷനിൽ ട്രെയിൻ നിർത്താനുള്ള ഒരു റിക്വസ്റ്റ് നടത്തണം. ഞാൻ ചോദിച്ചു, ബാലൻ എന്തിനാത്? എന്റെ നാട്ടുകാരായ ഈ നാട്ടുകാർ, ഇദ്ദേഹത്തിന്റെ പേരെന്നാ
കരിയാട് നിന്ന് 60-70ഓളം ആളുകൾ എല്ലാ ആഴ്ചയിലും മാതാ അമൃതാനന്ദമയുടെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അങ്ങോട്ട് പോകണമെങ്കിൽ രോഗം ഗുരുതരമായിരിക്കും. അതുകൊണ്ട് അവർക്കൊരു സൗകര്യത്തിന് അവരോട് ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഈ കാര്യത്തിൽ. ആരെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ എന്നോട് വിഷമിക്കരുത്, എന്നോട് ദേഷ്യപ്പെടരുത്. ഞാൻ എന്റെ തെളിവുകൾ ഹാജരാക്കും. ഇന്ന് മെഡിക്കൽ സയൻസ് കണ്ടെത്താത്ത ഉത്തരം ക്യാൻസർ മാറ്റുന്ന ഡോക്ടേഴ്സ് ഇന്ന് ഈ ഇന്ത്യയിൽ ജീവിച്ചിട്ടുണ്ട്. ഡോക്ടർ വൈദ്യപ്രകാശ് ബാലന്തു ഈ നാട്ടുകാരെ ഞാൻ തന്നെ നേരിട്ട് സഹായിച്ചിട്ടുണ്ട്. മാറില്ല എന്ന് പറഞ്ഞ ക്യാൻസർ പരിപൂർണമായി മാറ്റിയ കേസ് ഈ നാട്ടിൽ എന്റെ സുഹൃത്തിന്റെ ഉമ്മ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, ഡോക്ടർ വൈദ്യപ്രകാശ് ബാലന്തു. ബ്ലോക്ക് ഉണ്ട്, മാറുകയില്ല എന്ന് പറഞ്ഞ കേസ് 6ഓളം കേസുകൾ എന്റെ സുഹൃത്ത് ഡോക്ടർ ഫിറോസ് ഖാന് ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. 6 പേരും ഇന്ന് ആരോഗ്യവനായി നടക്കുന്നു. വൈദ്യശാസ്ത്രം പറഞ്ഞ് ഞങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. ഓപ്പറേഷൻ ഓപ്പൺ ഹാർട്ട് സർജറി വേണം. നിങ്ങൾക്ക് അഡ്രസ് വേണമെങ്കിൽ ഡോക്ടർ വൈദ്യപ്രകാശ് ബാലന്തിന്റെയും ഞാൻ അവർക്ക് മാർക്കറ്റ് ചെയ്യില്ല, അവരെ പൈസ മേടിക്കാറില്ല. പൈസ അവരുടെ മരുന്നിന്റെ വില ഏകദേശം വണ്ടിക്കൂലിക്ക് മാത്രം തികയില്ല. അതുകൊണ്ട് എനിക്ക് മാർക്കറ്റ് ചെയ്ത് കാശ് മേടിക്കാൻ വേണ്ടിയല്ല. ആരെങ്കിലും കഷ്ടപ്പെടുന്ന രോഗികളുണ്ടെങ്കിൽ അവരെ സമീപിക്കണം. ഇനി ഇങ്ങനെ മുന്നോട്ട് പോയ വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രം മുന്നോട്ട് പോയി കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. സുനാമി വന്നു 2.5 ലക്ഷത്തോളം ആളുകൾ മരിച്ചു വീണതിന് ശേഷമാണ് കൈകൊല്ലം സുനാമി. ഘടിപ്പിച്ച ഉപകരണങ്ങൾ വിവരമറിഞ്ഞത്. അതേസമയം ആ പ്രദേശത്ത് ജീവിച്ചിരുന്ന ആനക്കൂട്ടങ്ങൾ സുനാമി സംഭവിക്കുന്നതിന് 4 മണിക്കൂർ മുമ്പ് സ്ഥലം വിട്ടത്രേ. സ്ഥലം വിടുക മാത്രമല്ല, ഉയർന്ന പ്രദേശങ്ങളിലേക്ക് അഭയം തേടുകയും ചെയ്തു അത്രേ. എന്തതിനർത്ഥം? മനുഷ്യനോ ബുദ്ധിയുള്ളത്, ആനയോ? ഞാൻ പറഞ്ഞു വരുന്നത് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. സുനാമി പ്രദേശങ്ങളിൽ നിന്ന് സുനാമി സംഭവിക്കുന്നതിന് 3-4 മണിക്കൂർ മുമ്പ് ആനകൾ കൂട്ടമായി സ്ഥലം വിടുക മാത്രമല്ല ഉയർന്ന പ്രദേശങ്ങളിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. എന്നിട്ട് ഇന്നിപ്പോൾ സുനാമിക്കാരുടെ ഒരു ഉപദേശം നിങ്ങളോട്, എന്തെങ്കിലും കടൽക്കരയിൽ, കണ്ണൂരിലെ കടൽക്കരയിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേലിയിറക്കം സംഭവിച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. കളരിപ്പയറ്റിലെ 18ാമത്തെ അടവ്. എന്താ മടുപ്പത്ത് കുത്തി ഓടന്നെ? ആരവർക്ക് ആ പാഠം പഠിപ്പിച്ചു കൊടുത്തത്? നാം ബുദ്ധിയില്ല എന്ന് കരുതിയിരുന്ന പാപ്പാന്റെ തല്ലുകൊള്ളാൻ മാത്രം വിധിച്ച ആനകൾ. 1/2 കിലോഗ്രാം വരുന്ന കൊക്കുകൾ അവർക്ക് സുലഭമായി ഭക്ഷണം ലഭിച്ചിരുന്നു ആ പ്രദേശത്ത്. എങ്കിലും കൂട്ടമായി ആ പ്രദേശം വിട്ട് അകന്നുപോയത്രേ. ഇപ്പോൾ ശാസ്ത്രം പറയുന്നു, ഈ മൃഗങ്ങൾക്കൊക്കെ പഞ്ചേൽക്കപ്പുറം ഒരു ഇന്ദ്രിയമുണ്ട്, സോണി കോർപ്പറേഷൻ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ആ സെൻസ് എന്ന്? അപ്പൊ എന്റെ കൊച്ചുമോൻ ചോദിച്ചു, അങ്ങനെയുള്ള ഇത്ര ഗവേഷണമൊക്കെ ആവശ്യമുണ്ടോ? സുനാമി ഉണ്ടാകുന്ന പ്രദേശത്ത് ആനയും കുറക്കുനെ കൊണ്ട് വളർത്തിയാൽ പോരെ? എന്നാ പിന്നെ എന്നും ആന ഓടിക്കുള്ളൂ. കാരണം ആനക്കൊരു സ്വഭാവമുണ്ട്, ചെറുതിന് കാലങ്ങളിൽ ആന ഓടും, അപ്പൊ പുറകു എന്തും പ്രദേശങ്ങളിൽ ഒരു കൂട്ടാനായിട്ട് നടക്കും. അതുകൊണ്ട് അത് പുള്ളല്ല, സോണി കോർപ്പറേഷൻ ആനയെക്കുറിച്ചും കൊക്കിനെ കുറിച്ചൊക്കെ പഠിക്കൊണ്ടിരിക്കും. എന്തിന്? ആ 6th സെൻസ് ഉണ്ടെങ്കിൽ അതുപോലൊരു ഉപകരണം നമുക്ക് ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ഇത് കണ്ടുപിടിക്കാം. പെന്റഗണിന് മുകളിലൂടെ പറന്നു പോകുന്ന ഒരു കൊച്ചു ഈച്ചയെ പോലും ഓട്ടിക്കാൻ നമ്മൾ കഴിയുമെന്ന് വാദിച്ച അമേരിക്കക്കാരന്റെ ഉപകരണങ്ങൾ ഇവിടെ പരാജയപ്പെട്ടു കൊടുത്ത് ആനയും കൊക്കളും വിജയിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് എസ്യൂകൾ ഈ പ്രദേശത്തുണ്ടെന്ന് എനിക്കറിയാം. അവരെ വേദനിപ്പിക്കാനല്ലാന്ന് പറയുന്നത്. ചാൾസ് ഡാർവിൻ ഒരു കപ്പൽ യാത്ര ചെയ്ത് വന്നിട്ട് പറഞ്ഞു, മനുഷ്യൻ നമ്മളെ മുഖത്ത് നോക്കിയപ്പോൾ നിങ്ങളെ വാർത്തകൾ കുറഞ്ഞായിരുന്നു. അത് ഏറ്റുവാങ്ങി നമ്മളും ബുദ്ധിജീവിയായിട്ട് നടന്നു. ഇവിടെയൊക്കെ ഇതേ അവസ്ഥയിൽ പരിണമിച്ച് കുരങ്ങായിട്ട് മനുഷ്യൻ മാറിയിരുന്നുവെങ്കിൽ വീണ്ടും പരിണമിച്ച് നല്ല നല്ല രൂപത്തിലേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷേ ബാംഗ്ലൂരിൽ ഒരു അച്ഛനും അമ്മക്കും ജനിച്ച 3 കുട്ടികൾ വാലുള്ള കുരങ്ങന്മാർ. സയൻസ് മുഴുവൻ ചോദ്യം ചെയ്തു, വെർ ഇസ് ദ ഡാർവിൻ തിയറി ഓഫ് എവല്യൂഷൻ? എന്ത് സംഭവിച്ചു അതിന്? ഇത് ഞാൻ കാണിക്കണോ? കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റെ കുറിച്ച് ആരെയും വേദനിപ്പിക്കാനല്ല, യാഥാർത്ഥ്യം പറയുന്നത് മാത്രം. കമ്മ്യൂണിസം വന്നപ്പോൾ കാർൽ മാർക്സ് പറഞ്ഞു 848 എ സ്പെക്ടർ ഈസ് ഹോണ്ടിങ് ദ യൂറോപ്പ്. ക്യാപിറ്റലിസ്റ്റ് രാജ്യമായ യൂറോപ്പിനെ
പിടിച്ചു വിഴുങ്ങാൻ വേണ്ടി ഒരു ഭൂതം വന്നുകൊണ്ടിരിക്കുന്നു. ആ ഭൂതം ക്യാപിറ്റലിസ്റ്റിനെ, യൂറോപ്പിനെ വിഴുങ്ങുക തന്നെ ചെയ്യും. 1980 ആളറിയോങ്ങള്? എന്റെ പ്രായക്കാർക്ക് അറിയാൻ പറ്റും. 1980 ശ്രദ്ധേയനായ ഗോർബി എന്ന ഓമനപ്പേരിലറിഞ്ഞ മിഖായൽ ഗോർബഷേവ് അന്നത്തെ ക്യാപിറ്റലിസ്റ്റ് നേതാവായ റൊണാൾഡ് റീഗന് കമ്മ്യൂണിസ്റ്റ് വിറ്റു. കമ്മ്യൂണിസ്റ്റുകാരെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, സിദ്ധാന്തങ്ങളുടെ അസ്തിത്വത്തെ എത്രമാത്രം ലോകം വിലയിരുത്തുന്നു എന്നറിയാൻ വേണ്ടി. ലോകം കുറെ ആളുകളെ മുന്നോട്ട് നിർത്തി. ഇവരാണ് വ്യക്തിത്വമായ വ്യക്തിത്വങ്ങളെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് പിന്നീട് നോളജ് എക്കോണമി വന്നപ്പോൾ അവർ പറഞ്ഞു, ഇതെല്ലാം പോരാ, ഇപ്പോഴത്തെ ടെക്നോളജിയും സംഗതി ഒന്നും പോരാ, എല്ലാം മാറ്റി എഴുതണം. ഇനി ഞാൻ പറഞ്ഞു വന്നത്, സയൻസ് വന്നു, ടെക്നോളജി വന്നു, മനുഷ്യൻ പുരോഗമിച്ചു, കുറെ ഇസങ്ങൾ വന്നു. എല്ലാ മനുഷ്യനും സ്വർഗം നേടിക്കൊടുക്കാൻ വേണ്ടി, എല്ലാ മനുഷ്യനും സുഖം നേടിക്കൊടുക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ മുന്നോട്ട് വന്നു. ആ മുന്നോട്ട് വന്ന യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് നാം അന്ന് അന്വേഷിച്ചപ്പോൾ ഒരു സുനാമി വന്ന് ആനക്ക് മനസ്സിലായ സുനാമി, ജനങ്ങളെ രക്ഷിക്കേണ്ട ശാസ്ത്രത്തിന് ആ സുനാമിയെ കുറിച്ച് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഇനിയൊരു സുനാമി ഉണ്ടായാൽ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന ചോദ്യത്തിനും ശാസ്ത്രം വ്യക്തമായ മറുപടി തരുന്നില്ല. അടുത്ത ഇറങ്ങിയ റിപ്പോർട്ടിൽ അവർ പറയുന്നു, ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഇനി ഞാൻ മനസ്സിലാക്കിയ പരിശുദ്ധ ഖുർആന്റെ ആധികാരികതയെ മറ്റുള്ളവരുടെ അമുസ്ലിം ചിന്തകരുടെ മാനത്തിലൂടെ ഞാൻ പരിശുദ്ധ ഖുർആനെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കട്ടെ. അതിന്റെ ആദ്യത്തെ അധ്യായത്തിൽ സൂറത്തുൽ ബഖറയിൽ അസന്നിഗ്ധമായി അത് പ്രഖ്യാപിക്കുന്നു, ദാലിക്കൽ കിതാബ്, ദിസ് പർട്ടിക്കുലർ ബുക്ക്, ഈ ബുക്ക്, ലാ റൈബ ഫീഹി, ഒരാൾക്കും സംശയം വേണ്ട, ആരും ഇതിൽ സംശയിക്കേണ്ട, ഹുദൻ, ചിന്തിക്കുന്നവർക്കും ഭയഭക്തിയുള്ളവർക്കും അനുസരണയുള്ളവർക്കും ഇതിൽ നേർമാർഗമുണ്ട്. നേരത്തെ നമ്മുടെ മുൻ ആശംസാ പ്രാസംഗികൻ പറഞ്ഞ പോലെ ഈ ലോകത്തും നിങ്ങൾക്ക് സ്വർഗമുണ്ട്, ആ ലോകത്തും നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ഹുദൻ ലിൽ മുത്തഖീൻ. പുസ്തകന്മാർ ചോദിക്കും, അതാണോ ഇതിന്റെ തഫ്സീർ എന്ന്? ഹിദായത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഹിദായത്തുള്ള ഒരു മനുഷ്യന് ഈ ലോകവും സ്വർഗമാണ്, ആ ലോകവും സ്വർഗമാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ ആദം നബി അലൈഹിസ്സലാം മുതൽ അനേകം പ്രവാചകന്മാരെ പരിചയപ്പെടുത്തി തന്നുകൊണ്ട് നമ്മോട് പറയുന്നത്. ഇവർ ഇതെല്ലാം മെത്തഡോളജിക്കൽ അഡോപ്റ്റ് ചെയ്തപ്പോൾ, മനുഷ്യ സമൂഹത്തിന് പ്രവർത്തിച്ചപ്പോൾ ഈ ലോകത്തും അവർക്ക് പ്രതിരോധങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും അവസാനം ഈ ലോകത്തും അവർ വിജയിച്ചു. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. നിമ്രൂദ് പറഞ്ഞു, ദൈവത്തിൽ നിഷേധിച്ചപ്പോൾ ഇബ്രാഹിം നബിയെ തീയിലിടാൻ കൽപ്പിച്ചു എന്നും അക്രമത്തിന്റെ സ്വഭാവം. മുൻ പ്രാസംഗികൻ പറഞ്ഞതുപോലെ അക്രമങ്ങൾക്ക് സ്ഥിരതയില്ല. നിമ്രൂദ് തീയിലിടാൻ കൽപ്പിച്ചപ്പോൾ ആ തീയിലേക്ക് വന്ന് വീഴുന്ന തൊട്ടു മുമ്പ് അള്ളാഹുവിന്റെ ഒരു ആജ്ഞ, ഖുൽ യാ നാർ, ഓ തീയെ, കൂനി ബറദൻ വസലാമൻ, നീ തണുപ്പും രക്ഷയും ആയി മാറുക, അല ഇബ്രാഹിം, എന്റെ ഖലീലായ ഇബ്രാഹിം ആണ് വരുന്നത്, ആ ഇബ്രാഹിമിന് നീ തണുപ്പും രക്ഷയും ആയി മാറുക. ഉടൻ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിറുകൾ എഴുതുന്നു, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൈകളിൽ കെട്ടിയ കയർ കത്തിച്ചാമ്പലായി പോയപ്പോഴും തന്റെ രോമത്തിന് പോലും ഒന്നും സംഭവിച്ചില്ല. ആ തീയിൽ നിന്ന് 7 ദിവസം തീ ആളിക്കത്തി. അങ്ങനെ പറന്നുപോയ പക്ഷികൾ പോലും തീയിന്റെ ചൂടുകൊണ്ട് അതിലേക്ക് ചാമ്പലായി വീണപ്പോഴും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം 7 ദിവസം കഴിഞ്ഞ് സുസ്മേരവതനായി ആ ചാരത്തിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ എണീറ്റ് വന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സുഖം എനിക്ക് കിട്ടാറ് ഈ 7 ദിവസങ്ങളാണ്. കൂനി ബറദൻ വസലാമൻ അല ഇബ്രാഹിം. ഖുർആനെ അനലൈസ് ചെയ്തുകൊണ്ട് ആളുകൾ പറയുന്നു, ആ വാക്കിന്റെ അവസാനത്തിൽ അല ഇബ്രാഹിം ഇല്ലായിരുന്നുവെങ്കിൽ എന്നെന്നും തീയിന്റെ പ്രോപ്പർട്ടി, തീയിന്റെ ആ സ്വഭാവം ബറദും വസലാമും ആകുമായിരുന്നു. എന്നിട്ട് ആ തെളിവുകൾ ഉദ്ധരിക്കാൻ വേണ്ടി, ആരാണ് എന്റെ റബ്ബ് എന്ന് തെളിയിക്കാൻ വേണ്ടി കുറെ ന്യായവാദങ്ങൾ ഖലീലുല്ലാഹി നിരത്തി. നമ്മളെപ്പോലെ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുകയല്ലായിരുന്നു. പറഞ്ഞു, ആ കാണുന്ന ചന്ദ്രൻ, ആ കാണുന്ന ഭൂമി, ആ കാണുന്ന സൂര്യൻ നിങ്ങൾക്ക് ഒന്ന് തിരിച്ചു കറക്കാൻ പറ്റുമോ?
എന്റെ റബ്ബ്, ഞാൻ പറയുന്ന റബ്ബ്, ഞാൻ പറയുന്ന സംരക്ഷകൻ അതിനെ സൃഷ്ടിച്ച നാഥനാണ്. അതിനെക്കുറിച്ച് എനിക്കറിയാം. ഖാല ബർ റബ്ബുക്കും റബ്ബുസ് സമാവാതി വൽ അർദ് അല്ലദീ ഫതറഹുന്ന. ആ റബ്ബ് എനിക്കറിയാം. അങ്ങനെ ആ സൂര്യൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനൊരു സാധനം അല്ലദീ ഫതറഹുന്ന, അതുപോലത്തെ ഒരു സാധനം അന്ന് പ്രപഞ്ചത്തിലില്ല. എന്തുകൊണ്ട് ഞാൻ ധൈര്യമായി പറയുന്നു? വഅന അലാ ദാലികും മിന ഷാഹിദീൻ. ആ ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ, ആ ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ ഞാൻ ഒരു സാക്ഷിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും, നിങ്ങൾ പറയുന്ന, നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ദൈവം അതല്ല ദൈവം, അതാണ് ദൈവം, അതാണ് റബ്ബ്. ആ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു. കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് തിരിച്ചു കറക്കൂ. കഴിഞ്ഞില്ല. റബ്ബ് പറഞ്ഞു, ഇത് വാദിക്കാൻ പര്യാപ്തമായ ആയുധം ഖലീലുല്ലാഹി ഇബ്രാഹിം നബിക്ക് നാം പഠിപ്പിച്ചു കൊടുത്തു. ഇബ്രാഹിം നഗ്നമായ കണ്ണുകൾ കൊണ്ട് ആകാശഭൂമികളെ നോക്കി രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള മുഅ്ജിസത്ത്, കറാമത്ത്, മുഅ്ജിസത്ത് ഞാൻ ഖലീലുല്ലാഹി കൊടുത്തു. എന്റെ ചോദ്യം വിദ്യാർത്ഥികളോട്, എന്തിന് ഈ സംക്ഷിപ്തമായ കൺസൈസ് ബുക്കായ പരിശുദ്ധ ഖുർആനിൽ ഈ കഥകൾ, മൂന്നിലൊരു ഭാഗം കഥകൾ മാത്രം മാറ്റിവെച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഹക്കായ കഥകളാണ്, നിങ്ങളിത് പഠിക്കുക. നമ്മുടെ ബാധ്യതയാണ്. ഞാൻ മനസ്സിലാക്കുന്നു സൂര്യനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്, ചന്ദ്രനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്, ഭൂമിയെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഞാൻ കുറെ ആളുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് നിങ്ങൾക്കുള്ള മോഡലുകൾ. മഹാനായ ആദം അലൈഹിസ്സലാം മുതൽ ഹബീബ് റസൂലുള്ളാഹി. എന്നിട്ട് പറഞ്ഞു, ഉസ്വത്തുൻ ഹസന, ദിസ് ഈസ് എ പെർഫെക്റ്റ് മോഡൽ, ബെസ്റ്റ് എക്സാമ്പിൾ ഇതാണ്. ആർ അത് പിൻപറ്റിയോ അവർ ഈ ലോകവും ആ ലോകവും നേടി. അതിൽ വേറെന്തെല്ലാം പറഞ്ഞു? ടെക്നോളജി, അവർ എന്തൊക്കെ ചെയ്തു, എങ്ങനെയാണ് അള്ളാഹു ഉണ്ട് എന്ന് സ്ഥാപിച്ചത്, എങ്ങനെയാണ് വിവരിച്ചത്, അതിലുണ്ട്. സിവിലൈസേഷണൽ ചേഞ്ചസ് പഠിക്കുന്നവർക്ക് കാണാൻ പറ്റും. ഇന്നത്തെ ആധുനിക ശാസ്ത്രം പറയുന്നത് പോലെ തുണിയില്ലാതെ നടന്ന ആളുകളല്ലായിരുന്നു. ഏവിയേഷൻ ഇൻഡസ്ട്രി, ഞാൻ വിദ്യാർത്ഥികൾക്ക് 3 ദിവസമായി ക്ലാസ് കൊടുക്കുന്നു. ഒന്നരതും ചോദിച്ചു, എന്താ നിങ്ങൾ പറയുന്നത് പ്ലെയിൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഖുർആനിലോ? അതെ, എയ്റോഡൈനാമിക്സിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ പരിശുദ്ധ ഖുർആൻ നമ്മോട് പരിചയപ്പെടുത്തുന്നു. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്, സമയം ഭയപ്പെടുന്നത് കൊണ്ടും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഷിപ്പിംഗ് ടെക്നോളജി. നമ്മുടെ കുട്ടികളോട് നാം ചോദിക്കുക, ഹു ഇൻവെന്റഡ് ദ ഷിപ്പ് എന്ന് ചോദിച്ചാൽ കുട്ടികൾ പറയും, അക്കോർഡിംഗ് ടു ദ ബുക്ക് ഗിവൻ ടു ബി ബൈ സ്കൂൾ 8,000 years ago in Norway, primitive people took the pine tree and removed the things from inside and used as a canoe. 8,000 വർഷങ്ങൾക്ക് മുമ്പ് നോർവേ എന്ന രാജ്യത്ത് പൈൻ ട്രീ മുറിച്ച് കൊച്ചുവഞ്ചികളാക്കിയിട്ടായിരുന്നു പോയിരുന്നത്. ഇന്ന് വസ്തവത് അലൽ ജുദി, ആ കപ്പലിനെ നാം ജുദി പർവ്വതത്തിൽ മുകളിൽ ഇറക്കി എന്ന് പറഞ്ഞ ആ അവശിഷ്ടം പഠിച്ചുകൊണ്ട് ആർക്കിയോളജിക്കൽ എക്സ്പേർട്ടുകൾ പറയുന്നു, ഇന്നുപോലും അത്തരം ഒരു ഷിപ്പ് ഇന്നുവരെയും ഉണ്ടാക്കിയിട്ടില്ല. മഹാനായ ദുൽഖർനൈൻ അലൈഹിസ്സലാം തന്റെ യാത്രയിൽ ഒരു പ്രദേശത്ത് വന്നെത്തിയപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞു, ആ കാണുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ച് വലിയ ശല്യം, നിങ്ങൾ രക്ഷിക്കണം. ആതൂനി സുബറൽ ഹദീദ്, ഇരുമ്പിന്റെ കഷ്ണങ്ങൾ നിങ്ങൾ പുറക്കിക്കൊണ്ടിരുക. ആ കാണുന്ന മലയിടുക്കുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് വലിയൊരു ഇരുമ്പിന്റെ മറ സൃഷ്ടിച്ചു കൊടുത്തു. ഇന്ന് അന്വേഷകർ ചെന്നെത്തിക്കൊണ്ട് അതിന്റെ പാർട്ട് എടുത്ത് പഠിച്ചിട്ട് പറയുന്നു, സോ ഫാർ നോ പ്രോസസ് ഇൻഡസ്ട്രി ക്യാൻ മേക്ക് ദിസ് ട്രാൻസ്പോർട്ട്. ഒരൊറ്റ പ്രോസസ് ഇൻഡസ്ട്രിയും സ്റ്റീലൊരുക്കുന്ന കമ്പനിയും ഇന്നില്ല. അത്രമാത്രം ശക്തമായ 5000 വർഷങ്ങൾക്ക് മുമ്പ് കാലം ഊതുക എന്ന് പറഞ്ഞ് കത്തിച്ചൊലിപ്പിച്ച് ഫർണസിൽ കത്തിച്ച് ഉണ്ടാക്കിയ ആ മതിൽ പോലത്തെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഇരുമ്പുരുക്കുന്ന ഫാക്ടറിയും ഇന്ന് അവൈലബിൾ അല്ല എന്ന് നോൺ മുസ്ലിം സയന്റിസ്റ്റുകൾ സമ്മതിക്കുന്നു. ഇതെല്ലാം ഖുർആനിലുണ്ട്. എന്നെ പറയാൻ സമയമില്ല. കുട്ടികൾ ചോദിച്ചു, ഇതൊക്കെ ഖുർആനിലോ? മരിച്ച വീട്ടിൽ ഓതാൻ മാത്രം ഉപയോഗിച്ച ഖുർആൻ ഇതൊന്നുമില്ല. അല്ലാത്ത ഖുർആനിൽ ഇതുണ്ട്. ഖുർആൻ ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളാരും നാളെ പോയി പറയണ്ട. അയാൾ പറഞ്ഞു മരിച്ച വീട്ടിൽ ഓതുന്ന ഖുർആൻ വേറൊന്നുണ്ട്.
പഠിക്കാൻ വേറൊരു ഖുർആൻ ഒന്ന് മാത്രം. ആറായത്തുല്ലാനും അൽഹംദുലില്ലാഹ് ബിസ്മില്ലാഹിൽ തുടങ്ങി സൂറത്തുൻ നാസിൽ അവസാനിക്കുന്ന ആ ഖുർആനിൽ നാം കാണാത്തത് കൊണ്ടാണ്. വെറുതെ പറഞ്ഞതല്ല, പോസ്റ്ററുകൾ അല്ലാഹു തആല മാറ്റി നിർത്തി. ആദംമലയിൽ പോകുന്നവർക്ക് കാണാൻ കഴിയും. ഈ ഫോസിലിനെ കുറിച്ച് ആർക്കും സംശയമില്ല. എന്തിന് ഈ ഫോസിലിനെ അല്ലാഹു മാറ്റി നിർത്തി? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നിന്ന ഒരു കല്ല്, വജഅല്ലി ലിസാന സിദ്ഖിൽ ആഖിരീൻ, അവസാന നാളുവരെ വരുന്ന ആളുകൾ എന്നെ കുറിച്ച് നല്ലത് പറയണം. നിങ്ങളും വത്തഖദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല, ഇത് മഖാമി ഇബ്രാഹിം മുസല്ലയാണ്. ഇത് ലെബനോ ഏറ്റവും കൂടുതൽ ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിച്ചിരുന്ന പ്രദേശം ഫലസ്തീൻ ആണ് എങ്കിൽ ഈ കല്ല് എന്തുകൊണ്ട് ആ ഫലസ്തീനിൽ പ്രതിഷ്ഠിച്ചില്ല? നാം മനസ്സിലാക്കുന്നു, ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ മുഖേന നാം മനസ്സിലാക്കുന്നു, കഅബം എന്ന് തകരുന്നുവോ അത് ലോകാവസാനമാണ്. ആ ലോകാവസാനം വരെയും ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, അവസാന നാൾ വരെയും അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് വത്തഖദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല, മക്കയിൽ പോകുന്നവർ ആ കാൽപാദത്തിന്, ഏതായി കാൽപാദം? അള്ളാഹുവിന്റെ ഭവനം സൃഷ്ടിക്കുമ്പോൾ, ഇന്ന് വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുമ്പോൾ കയറി നിന്ന് സ്കഫോൾഡ്, ആ കല്ല് സഹായിച്ചു കൊടുത്തു നീങ്ങാനും മാറിയാനും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ. ആ കല്ലിനെ, ആ ഫോസിലിനെ എന്നേക്കുമായി ഒരു ദൃഷ്ടാന്തമായി അള്ളാഹു മാറ്റിവെച്ചു. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? ആരൊരുത്തൻ എന്തെല്ലാം പ്രതിരോധങ്ങളുണ്ടായാലും എന്തെല്ലാം ആക്രമണങ്ങളുണ്ടായാലും എന്നിൽ വിശ്വാസമർപ്പിക്കുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു നേരത്തെ, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നശിപ്പിക്കാൻ വേണ്ടി അന്ന് വരെ പരിചയമില്ലാത്ത തീക്കുണ്ടമാണ് നമ്രൂദ് ഒരുക്കിയെങ്കിൽ ആ തീക്കുണ്ടത്തിൽ നിന്ന് സുസ്മേരവദനായിട്ടായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം എണീറ്റ് പോകുന്നത്. ദൃഷ്ടാന്തമായി മാറ്റിവെച്ചുകൊണ്ട് ഹജ്ജിന് പോകുന്നവർ ആ മഖാം ഇബ്രാഹിമിന് പിന്നിൽ നിന്നുകൊണ്ട് അതിന് പിന്നിൽ നിന്ന് നിസ്കരിക്കണം. ക്രിസ്ത്യാനികൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല അബ്രഹാമിനെ കുറിച്ച്. ഹിന്ദു ഫിലോസഫിയിലും ബ്രഹ്മാവിനെ കുറിച്ച് പറയുന്നിടത്ത് കമ്പാരിറ്റീവ് റിലീജിയസ് സ്റ്റഡീസിൽ ആളുകൾ പറയാറുണ്ട് ഈ ബ്രഹ്മാവ് എന്ന് ഇതിൽ കാണുന്നത്. കാരണം പൂനൂലിന്റെ രീതിയിലാണ് നാം അത് ധരിച്ചുകൊണ്ട് കാബം തവാഫ് ചെയ്യാറ്. കമ്പാരിറ്റീവ് റിലീജിയസ് സ്റ്റഡീസിന്റെ ഭാഗത്തും ഇബ്രാഹിം എന്നതിന്റെ പ്രാധാന്യം അറിയിക്കുന്നു. എല്ലാ ആളുകളും ഖലീലിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. ഇന്ന് അത് സൂക്ഷിച്ച് ഭദ്രമായി വെച്ചിരിക്കുന്നു മനുഷ്യകുലത്തിന് മുഴുവൻ ബർക്കത്തെടുക്കാൻ വേണ്ടി. ഒരു കാലത്ത് വലിയൊരു പ്രളയമുണ്ടായി, വെള്ളപ്പൊക്കം. ഈ വെള്ളപ്പൊക്കത്തിൽ ഒരു കപ്പലുണ്ടാക്കാൻ മഹാനായ നൂഹ് അലൈഹിസ്സലാമിനുള്ള അല്ലാഹു കൽപ്പിച്ചു. ഈ കപ്പലിൽ ലോകം മുഴുവൻ യാത്ര ചെയ്തു. ഇന്ന് ആ കപ്പലിന്റെ അവശിഷ്ടം പോയി പഠിച്ചുകൊണ്ട് ആളുകൾ പറയുന്നു, ഇന്നത്തെ ഷിപ്പിംഗ് ടെക്നോളജി ഒന്നുമല്ല. ഏകദേശം 7000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മേൽനോട്ടത്തിൽ അല്ലാഹു തആല പറഞ്ഞിരുന്നു ഉണ്ടാക്കിയ ആ കപ്പലിന്റെ സ്ട്രക്ചർ 3 തട്ടുകളുണ്ടായിരുന്നു ആ കപ്പലിന്. ഒരു തട്ടിൽ ആളുകൾ, ഒരു തട്ടിൽ ധാന്യങ്ങൾ, മറ്റു തട്ടിൽ ജീവികൾ. ആ ജീവികൾ പേരായിട്ടായിരുന്നു നൂഹ് നബി അലൈഹി സ്വലാം കളക്ട് ചെയ്തത്. അതിനങ്ങനെ ആ കപ്പൽ സഞ്ചരിച്ചു. ആ ജൂദി പർവ്വതത്തിന് മുമ്പിൽ അത് നങ്കൂരമിട്ടു. അതിന്റെ അവശിഷ്ടം പഠിച്ചുകൊണ്ട് അവർ പറയുന്നു, പഠിച്ചതിന്റെ ഭാഗങ്ങളാണ് എന്തൊരു ബയോയിൻസ് കപ്പലിൽ ലോകം മുഴുവൻ യാത്ര ചെയ്തു. ഇന്ന് ആ കപ്പലിന്റെ അവശിഷ്ടം പോയി പഠിച്ചുകൊണ്ട് ആളുകൾ പറയുന്നു, ഇന്നത്തെ ഷിപ്പിംഗ് ടെക്നോളജി ഒന്നുമല്ല. ഏകദേശം 7000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മേൽനോട്ടത്തിൽ അല്ലാഹു തആല പറഞ്ഞിരുന്നു ഉണ്ടാക്കിയ ആ കപ്പലിന്റെ സ്ട്രക്ചർ 3 തട്ടുകളുണ്ടായിരുന്നു ആ കപ്പലിന്. ഒരു തട്ടിൽ ആളുകൾ, ഒരു തട്ടിൽ ധാന്യങ്ങൾ, മറ്റു തട്ടിൽ ജീവികൾ. ആ ജീവികൾ പേരായിട്ടായിരുന്നു നൂഹ് നബി അലൈഹി സ്വലാം കളക്ട് ചെയ്തത്. അതിനങ്ങനെ ആ കപ്പൽ സഞ്ചരിച്ചു. ആ ജൂദി പർവ്വതത്തിന് മുമ്പിൽ അത് നങ്കൂരമിട്ടു. അതിന്റെ അവശിഷ്ടം പഠിച്ചുകൊണ്ട് അവർ പറയുന്നു, പഠിച്ചതിന്റെ ഭാഗങ്ങളാണ് എന്തൊരു ബയോയിൻസ് ആ ഫിർഔനെ ഇന്നും ദൃഷ്ടാന്തമായി. നാളെ ബയോടെക്നോളജിയുടെ മാനത്തിലൂടെ, ജനറ്റിക്സ് എഞ്ചിനീയറിംഗിന്റെ മാനത്തിലൂടെ ആ ഫിർഔനിന്റെ ശരീരത്തിൽ നിന്നൊരു ഒരു സെല്ലെടുത്ത് ഈ ഫിർഔന്റെ ഒരു ക്ലോൺ, ഒരു കോപ്പി ഉണ്ടാക്കി ഈജിപ്തിന്റെ സ്ട്രീറ്റിലൂടെ ഈ റമസിസക്കൻ നടന്നു പോയാൽ ഞാൻ അത്ഭുതപ്പെടുകയില്ല. അന്നും ഖുർആൻ അതിജീവിക്കും. ജീവിക്കുന്ന ടെക്നോളജിയുടെ കാലഘട്ടത്തിലും ഖുർആന്റെ ആയത്തിന്റെ ജീവിക്കും. ഉദാഹരണമായി റമസീസ് സെക്കൻഡ് നടന്നു പോകും ഈജിപ്തിലെ തെരുവീതിയിലൂടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതേ ആത്മാവ് തന്നെ ആയിരിക്കുമോ? അല്ല, അത് ശിക്ഷ ഏൽക്കേണ്ട ആത്മാവ് അവിടെ ശിക്ഷ ഏറ്റുകൊണ്ടിരിക്കും. ക്ലോൺ ഉണ്ടായിക്കൊണ്ടിരിക്കും. നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യമായ ഒരു ഫിലിം, ഡോക്യുമെന്ററി ഫിലിം ഞാൻ കണ്ടു കഴിഞ്ഞാൽ അർത്ഥം ശാസ്ത്രം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
നേരത്തെ കാണിച്ച ആളുകൾ അവരുടെ അവരൊക്കെ ഉണ്ടാക്കിയ ആ കെട്ടിടത്തെ വെല്ലുന്നൊരു കെട്ടിടം ഇന്നുവരെ ആർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യ സമൂഹം ഉണ്ടാക്കിയ മല തുറന്ന് സ്വയം നഖം ഉപയോഗിച്ച് തുറന്ന് ഉളിയെ പോലെ നഖം ഉപയോഗിച്ച് അവരുണ്ടാക്കിയ ആ വീടിനെ പോലെ നിങ്ങൾ വിചാരിക്കുന്നത് കളവ് പറയുന്നു. എന്റെ കയ്യിൽ സ്ലൈഡുണ്ട്. ബാബിലോൺ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള നമ്രൂദിന്റെ കൊട്ടാരത്തിന്റെ ഒരു ഫോട്ടോ ഇന്നത്തെ അബുദാബിയിൽ ഉണ്ടാക്കിയ എമിറേറ്റ്സ് പാലസിനെ കവച്ചു വെക്കുന്ന ആർക്കിടെക്ചർ ബ്യൂട്ടിയുള്ള 5000 വർഷം മുമ്പുള്ള ബിൽഡിംഗ് നമുക്ക് കാണാൻ കഴിയും. നമ്മളെക്കാളും കെങ്കേമന്മാർ നമ്മുടെ പൂർവികരായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇതെന്തിനാണല്ലോ മാറ്റിവെച്ച് ഈ പോസ്റ്ററിലെ ഇത്തരം വമ്പന്മാരെയും കൊമ്പന്മാരെയും എങ്ങനെയാണ് നാം തറ പറ്റിച്ചത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി. ഇനി ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഖുർആന്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെ വർദ്ധിച്ചിരിക്കുന്നു എന്നതിന്റെ ഒരു തെളിവാണ് 1500 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് റസൂലുള്ളാഹി നമ്മോട് പറഞ്ഞു തന്നു, മാറി മാറി വന്ന സയൻസ് നമ്മോട് പറഞ്ഞു. ഒരിക്കൽ പറഞ്ഞു, ഭൂമി ചലിക്കുന്നില്ല. ഭൂമി ചലിക്കുന്നു എന്ന് പറഞ്ഞ ഗലീലിയോ എന്ന ശാസ്ത്രജ്ഞനെ അന്നത്തെ അതോറിറ്റീസ് ഗവൺമെന്റ് വാൺ ചെയ്തു. അങ്ങനെ പറയാൻ പാടില്ല, നിങ്ങൾ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ കൊല്ലും. അതോറിറ്റീസിന്റെ മുമ്പിൽ വന്നുകൊണ്ട് അദ്ദേഹം കുറ്റം സമ്മതിച്ചു. എന്നിട്ട് തിരിഞ്ഞു നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്റ്റിൽ ഇറ്റ് മൂവ്സ്. തന്റെ ടെലിസ്കോപ്പിലൂടെ താൻ കണ്ട സത്യം തുറന്നു പറയാതിരിക്കാൻ ഗലീലിയോ കഴിഞ്ഞില്ല. ആ സമയത്തും ഖുർആൻ പറഞ്ഞു, 950 മാത്രമാണ് സയൻസ് നമ്മോടത് പറഞ്ഞു തരുന്നത്. ആ മഞ്ഞ സാധനം സൂര്യനാണ്, ചലിച്ചുകൊണ്ടിരിക്കുന്നു. വശംസു തജ്രി. As the sun travels through our galaxy. ഞാൻ പറഞ്ഞു, നാം ഇരിക്കുന്ന ഈ സൂര്യൻ, ഈ ഭൂമി, നിങ്ങളുടെ നാട്ടിലെ മണമാട്ടിപ്പെടിച്ചും കൈകൊട്ടി കളിച്ച് നടക്കുന്നത് പോലെ സൂര്യന് ചുറ്റും ഒരു കൂട്ടം ഗ്രഹങ്ങൾ, ഭൂമി ഇറങ്ങുന്ന ഗ്രഹം നമ്മളെയും കൊണ്ട് ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒന്നാകെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒന്നാകെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക മാത്രമല്ല വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ശാസ്ത്രം 1500 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇന്നാ ലമൂസിഊൻ. അതിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് നമ്മുടെ ഇസ്ലാമിസ്റ്റുകൾപ്പെട്ട ചില ആളുകൾ, മലയാളത്തിൽ പരിഭാഷ എഴുതിയ ആളുകൾ ഇവിടേക്ക് ഒരു മടി കാണിച്ചു, ഒരു ലുബ്ധത കാണിച്ചു. ശാസ്ത്രത്തിന് തെറ്റായി പോകുമോ എന്നതിനു വേണ്ടി അവിടേക്ക് അർത്ഥം മാറ്റിയിടാൻ ശ്രമിച്ചു. ഗലീലിയോ സൂര്യൻ ചലിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും അന്നത്തെ അധികാരികൾ അത് ചലിക്കില്ല എന്ന് സ്ഥാപിച്ചപ്പോഴും ഖുർആൻ നമ്മുടെ വീട്ടിലുള്ള ഉമ്മമ്മമാർ, വല്യമ്മമാർ അമ്മി അരക്കുമ്പോഴും അത് ഓതിക്കൊണ്ടിരുന്നു. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. വഇന്നാ ലമൂസിഊൻ. അങ്ങനെ ചലിക്കുക മാത്രമല്ല, ഒന്നടങ്കം ഒരു കുട്ടിയുടെ വായിലിരിക്കുന്ന ബലൂൺ കണക്കെ അതിങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ആധുനിക ശാസ്ത്രം ഹബ്ബിൾ ടെലിസ്കോപ്പിന്റെ സഹായത്താൽ മാത്രം നോക്കി മനസ്സിലാക്കിയ സംഭവം, ടെലിസ്കോപ്പ് എന്തെന്നറിയാത്ത, മൈക്രോസ്കോപ്പ് എന്തെന്നറിയാത്ത, സയൻസ് എന്തെന്നറിയാത്ത കാലത്ത് ഉമ്മിയായ ഹബീബ് റസൂലുള്ളാഹി തന്റെ സഖാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. വഇന്നാ ലമൂസിഊൻ. നിങ്ങൾക്ക് വേണ്ടി കൂടി സ്ലൈഡാണ്. വദൂ ചെയ്യാൻ കൽപ്പിച്ചു നിസ്കാരത്തിന് മുമ്പ്. വദൂവിന്റെ മസാല പഠിപ്പിക്കുന്ന ഫുഖഹാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു, ആദ്യമായി വെള്ളമൊന്ന് ഒലിപ്പിക്കുക, രണ്ടാമത് ഒരച്ച് കഴുകുക. വദൂ ചെയ്യുമ്പോൾ അവയവം മുഴുവൻ നനക്കാത്ത യുവാക്കളോട് ഞാനൊന്ന് പറയട്ടെ. അടുത്ത സ്ലൈഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് സമ്മതിക്കുന്നു, അക്യൂപ്രഷർ എന്ന ട്രീറ്റ്മെന്റിന്, ഫിറ്റ്സ്ജെറാൾഡ് എന്ന മോഡേൺ ENT സ്പെഷ്യലിസ്റ്റാണ് അമേരിക്കൻ ലോകത്തിന് ഈ ഒരു ട്രീറ്റ്മെന്റ് പരിചയപ്പെടുത്തിയത്. അക്യൂപ്രഷർ.
ദുബായിലും അബുദാബിയിലും ലണ്ടനിലും അമേരിക്കയിലും മലേഷ്യയിലെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ വാതിൽക്ക് തന്നെയും അക്യൂപ്രഷറിന്റെ സെന്റേഴ്സ് തരാം. അവർ പറയുന്നത് നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു കോംപ്ലിക്കേറ്റഡ് സാധനമല്ല നിങ്ങളുടെ ഈ മനസ്സും ജീവിതവും. തൊട്ടാൽ വാടുന്ന സാധനമുള്ള ഈ മനുഷ്യ ശരീരം ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, നല്ല രീതിയിൽ സൃഷ്ടിച്ച ഈ സാധനം അങ്ങനെ അങ്ങോട്ട് കേടാവുന്ന സാധനം അല്ല. എന്നിട്ട് അക്യൂപ്രഷറുകാർ പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഏതാനും 700ഓളം പോയിന്റുകളുണ്ട്. ഇടയ്ക്കൊക്കെ ഈ പോയിന്റൊക്കെ ഒന്ന് അമർത്തി കൊടുക്കണം. എന്തിനാ? പ്രഷർ എന്ന് പറയാൻ. എന്റെ സുഹൃത്ത് ജർമ്മനിയിൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം വയറ്റിൽ ന്യൂക്ലിയർ മെഡിസിനുമായി നടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഇത് വലിയ കട്ടിയുള്ള മരുന്നാണ്, ഇടയ്ക്ക് നിങ്ങൾക്ക് പ്രഷർ കൂടിയാൽ, ശരീരം ചൂടായാൽ നിങ്ങൾ ചെവി പോകുന്ന കഴുകി കൊടുക്കുക. വൈദ്യശാസ്ത്രം സംബന്ധിച്ചിട്ട് പറയുന്നു, ബയോളജിക്കലി ആക്റ്റീവ് സ്പോർട്സ് നിങ്ങളുടെ ബോഡിയിലുണ്ട് 700 എണ്ണം, ഇടയ്ക്കൊക്കെ ഒന്ന് അമർത്തി കൊടുക്കണം. പണ്ടൊക്കെ നമ്മൾ പിക്കാസൊക്കെ പിടിച്ചത് വെട്ടിയപ്പോഴൊക്കെ അത് കിട്ടിയിരുന്നു. ഇന്നതിനൊന്നും സമയമില്ലല്ലോ നമുക്ക്. അതുകൊണ്ടാണ് ഈ പ്രഷറും കൊളസ്ട്രോളും കൂടി വരുന്നത്. ഈ 700 എണ്ണത്തിൽ 66 എണ്ണം പ്രത്യേക ശ്രദ്ധ വേണ്ട പോയിന്റുകളാണ്. 66-ൽ 61 വരുന്നത് നാം ഒദു ചെയ്യുന്ന ഭാഗങ്ങളിലാണ്. ഒദു ചെയ്യുമ്പോൾ കൈയൊന്ന് നീട്ടിക്കഴുകുക എന്ന് യുവാക്കളോട് പറഞ്ഞാൽ മഴ കാണിക്കുന്ന യുവാവേ ഒന്ന് ശ്രദ്ധിക്കുക. വൈദ്യശാസ്ത്രം പറയുന്നു ഈ 61 പോയിന്റുകളും പ്രത്യേക ശ്രദ്ധ വേണ്ട പോയിന്റുകൾ വരുന്നത് മുഴുവൻ ഈ ഒദുവിന്റെ ഭാഗങ്ങളിലാണ്. ഫുഖഹാക്കൾ പറയുന്നു നിങ്ങൾ ഒദു ചെയ്യുമ്പോൾ ആദ്യം വെള്ളമൊന്ന് ഒലിപ്പിക്കുക, രണ്ടാമത് തിരുമ്മിക്കഴുകുക. ഉസ്താക്കന്മാർ പറഞ്ഞിരുന്നു വെള്ളിന്റെ ഇടയ്ക്കൊന്ന് തിരികെ കൊടുക്കുക. ഈ വെള്ളിന്റെ ഇടയിലൊക്കെ അത്തരം പോയിന്റുകളുണ്ട്. അത്രേ കഴിഞ്ഞില്ല. ചെവി തടങ്ങുമ്പോൾ അവർ പറഞ്ഞു തരുന്നു നമ്മുടെ കാമിലായ നമ്മളെ പൂർവികരിക്കുന്ന ഒതു പോലെ ചെയ്യണം. നന്നായിട്ടൊന്ന് സ്ക്യൂസ് ആൻഡ് റോൾ എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്. സ്ക്യൂസ് ആൻഡ് റോൾ അമർത്തി ചെയ്യുക. എന്റെ സുഹൃത്തിനോട് ജർമ്മൻ ഡോക്ടർ പറഞ്ഞു കൊടുത്തതുപോലെ പ്രഷർ ഒന്ന് വർദ്ധിച്ചാൽ, നിങ്ങളുടെ ശരീരം ഒന്ന് ചൂടായാൽ നിങ്ങൾ ചെവി ഒന്ന് കഴുകി കൊടുക്കുക. ഉദു ചെയ്യുമ്പോൾ ഉസ്താക്കന്മാർ പറയുന്നു കാമിലായ ഉദുവിന്റെ ഭാഗമായി വിരലൊന്ന് ചെവിന്റെ ദ്വാരത്തിലേക്ക് കടത്തി ശരിക്കൊന്ന് തിരുമ്പി തടകി കൊടുക്കുക. എന്തിനാ? വൈദ്യശാസ്ത്രം പറയുന്നു there are several points here. ഈ പോയിന്റൊക്കെ ഒന്ന് അമർത്തിയാൽ നിങ്ങൾ ബോഡിയുടെ പ്രഷറൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യും, നിങ്ങളുടെ ശരീരത്തിൽ കിടന്ന ഹോർമോണുകളുടെ പ്രഷറൊക്കെ ഒന്ന് നിയന്ത്രിക്കും. ഈ സ്ലൈഡ് നിങ്ങൾ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ ഇതൊരു പ്രത്യേക സെഷനാണ്. ഇത് മാത്രം കൊടുക്കുന്ന ഒരു ക്ലാസ് ഞാൻ അബുദാബിയിലൊക്കെ എടുക്കാറുണ്ട്. ഇവിടെ വന്നതുകൊണ്ട് രോഗം അധികമുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഈ സ്ലൈഡ് ഒന്ന് ഇൻജക്ട് ചെയ്തെന്ന് മാത്രം. പിന്നെ അവർ പറഞ്ഞു നെറ്റിയുടെ ഒറ്റ നടുവിൽ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന്റെ പ്രത്യേകത പീനിയൽ ഗ്രന്ഥിയുടെയും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെയും സംഗമന കേന്ദ്രമാണ്. അതിടക്കൊന്ന് അമർത്തി കൊടുക്കണം, കൈകൊണ്ട് അമർത്തി കൊടുക്കണം. പ്രാക്ടിക്കലി പോസിബിൾ അല്ല. എന്തിനാ അമർത്തി കൊടുക്കുന്നത്? ഈ പീനിയൽ ഗ്ലാൻഡ് പ്രത്യേക ഹോർമോണുകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് മാറി വരുന്ന നിങ്ങളുടെ വികാര വിക്ഷോഭങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അമർത്തൽ പോസിബിൾ അല്ല. സുജൂദ് ചെയ്യാൻ 34 പ്രാവശ്യം നിർബന്ധമായും നിങ്ങൾ നെറ്റി തറയിൽ വെച്ചിരിക്കണമെന്ന് കമ്പൽസറിയായി ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നു. നമസ്കാരം ഒഴിവാക്കൽ ഹറാമാണ്. സഹീ ആകണമെങ്കിൽ, സുജൂദ് സഹീ ആകണമെങ്കിൽ 7 അവയവം നിലത്ത് പതിഞ്ഞിരിക്കണം. നെറ്റിയെക്കുറിച്ച് ഫുഖഹാക്കൾ പറഞ്ഞു തരുന്നു. നെറ്റ് നിങ്ങൾ നിലത്ത് വെച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഭാരം മുഴുവൻ നിങ്ങൾ നെറ്റിയിലേക്ക് കൊടുക്കണം കേട്ടോ. എന്നോട് ക്ലാസ്സിൽ ഒരാൾ ചോദിച്ചു എത്ര പാത്രം പ്രഷറാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. ഇസ്ലാമിന്റെ പ്രായോഗികത ആ കൊച്ചുകുട്ടിയുടെ ബോഡിയുടെ ഭാരമല്ല, ശരീരമുള്ള ഒരു മനുഷ്യന്റെ ഭാരം. അവിടെ പറഞ്ഞു തന്നു നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം മുഴുവൻ നെറ്റിയിൽ കൊടുക്കുമ്പോൾ കൺട്രോൾഡ് പ്രഷർ ആ പോയിന്റിലേക്ക് അമരുന്നു. നിങ്ങളുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെയും പീനിയൽ ഗ്ലാൻഡിന്റെയും പ്രവർത്തനം സുഖമാകുന്നു. ഈ മതം പ്രായോഗികമല്ലേ? പരിശുദ്ധ ഖുർആൻ അസ്ട്രോണമികളോടുള്ള ചാലഞ്ച്. ആകാശഭൂമികളിലേക്ക് നിങ്ങൾ നോക്കുക, എന്റെ സൃഷ്ടിപ്പിലേക്ക് നിങ്ങൾ നോക്കുക. എന്തെങ്കിലും ഒരു പോരായ്മ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാൻ പറ്റുമോ? പരിശുദ്ധ ഖുർആന്റെ വെല്ലുവിളി. എന്തെങ്കിലും ഒരു പോരായ്മ നിങ്ങൾക്ക് ഒന്നും കാണാൻ കഴിയുക ഇല്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ദുഃഖിതനായി മടങ്ങുക തന്നെ ചെയ്യും. എന്താ കാരണം? ഞാനിന്നൊരു തിയറി ഉണ്ടാക്കുന്നു.
ഞാനൊരു സിദ്ധാന്തം ഉണ്ടാക്കുന്നു, ഇത് ശരിയാണെന്ന് പറഞ്ഞ് ഞാൻ ടെലസ്കോപ്പിൽ തിരിക്കുന്ന ആകാശത്തേക്ക്. ഘടകവിരുദ്ധമായ ഒരു സംഗതി ഞാൻ മനസ്സിലാകുന്നു. എന്റെ പരീക്ഷണം മുഴുവൻ എന്നെ നിരാശപ്പെടുത്തുന്നു. ഈ വെല്ലുവിളി നിലനിൽക്കുന്നു. ഇത് കണ്ടുകൊണ്ട് ആധുനിക ശാസ്ത്രകാരന്മാർ പറയുന്നു, സാധാരണക്കാരനല്ല ഈ പറയുന്നതെന്ന് സദസ്യർ മനസ്സിലാക്കുക. ജപ്പാനിലെ അറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടറായ റിട്ടയർഡ് എമറിറ്റസ് പ്രൊഫസർ ഡോക്ടർ യശോഹിതോ കസായി അദ്ദേഹം പറയുന്നത്, by reading Quran and by answering to the questions, I think I can find my future way for investigation of the universe. I will use the Quran for my research. ഒരു മുസ്ലിമായിരുന്നു അത് പറഞ്ഞതെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഖുർആനുള്ള ബയാസ് കൊണ്ടാണെന്ന്. പ്രശസ്തനായ ഒരു ശാസ്ത്രകാരന്റെ വാക്കുകൾ. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, സനുരീഹിം ആയാതിന ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ആകാശഗോളങ്ങളിലും ആഫാഖുകളിലും സ്വന്തം ശരീരങ്ങളിലും നാം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും. ഏതുവരെ? ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ഇതാണ് സത്യമെന്ന് നിങ്ങൾക്ക്, അല്ലാഹുവാണ് സത്യമെന്ന് നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നതുവരെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. താൻ 3-4 കൊല്ലത്തെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്റെ 5 കുട്ടികളുമായി, തന്റെ 5 ഗവേഷണ വിദ്യാർത്ഥികളുമായി ഒരു സയൻസ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയ പ്രൊഫസർ സജാസൻ സ്കിൻ സെൻസിറ്റിവിറ്റി എന്ന സിദ്ധാന്തവുമായി മുന്നോട്ട് വന്ന്, സ്കിന്നിനെ കുറിച്ച് പറയാൻ വേണ്ടി മുന്നോട്ട് വന്ന ആ മെഡിക്കൽ ഡോക്ടർ ഖുർആനിലെ ഒരു ആയത്ത് കണ്ടപ്പോൾ പറഞ്ഞു, the most precious thing that I have gained by coming to this conference is La ilaha illallah Muhammadur Rasulullah. തന്റെ നീണ്ടകാലത്തെ പരീക്ഷണം 1500 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മിയായ ഹബീബ് റസൂലുള്ളാഹി ജനങ്ങളോട് പറഞ്ഞു എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം, ബുദ്ധിമാനായ അദ്ദേഹം അടിയറ വച്ചു, ഞാൻ മുസ്ലിമാകുന്നു. പിൽക്കാലത്ത് അറിയാൻ കഴിഞ്ഞു തന്റെ 5 ഗവേഷണ വിദ്യാർത്ഥികളും ഇസ്ലാമിന്റെ പൂങ്കാവനത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളത്. സനുരീഹിം ആയാതിന ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. അതാണെന്ന് വ്യക്തമായി ബോധ്യപ്പെടുന്നതുവരെയും ഞാൻ നിങ്ങൾക്ക് തെളിവുകൾ നിരത്തിക്കൊണ്ടേയിരിക്കും. പുതിയ പുതിയ നക്ഷത്രങ്ങൾ കണ്ടുകൊണ്ട് ശാസ്ത്രം പരിഭ്രമിക്കുന്നു. തന്റെ നഫ്സിലുള്ള, തന്റെ മനസ്സിലുള്ള, ശരീരത്തിലുള്ള സീക്രസിയെ കുറിച്ച് കണ്ട്, അതിന്റെ കോംപ്ലിക്കേറ്റഡ് മാറ്ററിനെ കുറിച്ച് കണ്ട് മനുഷ്യൻ, ഡോക്ടേഴ്സ്, മോറിസ് ബഖായിലെ പോലുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ജോർജ് സാറ്റൻ തന്റെ പുസ്തകത്തിൽ എഴുതുന്നു, ഈ ഖുർആൻ ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായി വിജയം കൈവരിച്ച ആളുകൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് ജോർജ് സാറ്റൻ മറുപടി പറയുന്നു, ഞാനല്ല. ഇൻട്രൊഡക്ഷൻ ടു ഇസ്ലാമിക് സയൻസ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, പ്രവാചകന്റെ കാലത്തിന് ശേഷം 100 വർഷത്തിനുള്ളിൽ ഇന്റലക്ച്വൽ സൂപ്രിമസി, ആധിപത്യം, ബൗദ്ധികമായ ആധിപത്യം മുസ്ലിങ്ങൾ നേടിയെടുത്തു. തുടർന്നുള്ള 6 നൂറ്റാണ്ട് അതിന്റെ ലീഡർഷിപ്പ് മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്നു. കാരണം അവരുടെ ഗ്രന്ഥം വിശാലമായ രഹസ്യങ്ങളിലേക്കും സത്യങ്ങളിലേക്കും വിരൽ ചൂണ്ടി അതന്വേഷിച്ചു പോയപ്പോൾ അവർ ലോകം കീഴടക്കി. ഒട്ടനവധി സയന്റിസ്റ്റുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ജോർജ് സാറ്റൻ വീണ്ടും പറയുന്നു, ഈ കാണുന്ന പട്ടിക എനിക്ക് വീണ്ടും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയും. ആ കാണുന്ന ആളുകൾക്ക് തുല്യമായ ഒരു ശാസ്ത്രജ്ഞൻ ആധുനിക അമേരിക്കയിൽ പോലും ജീവിച്ചിട്ടുമില്ല. ഞാനാണ് പറഞ്ഞതെങ്കിൽ എന്റെ മതത്തോടുള്ള ബയാസ് ആണ് എന്ന് എനിക്ക് പറയാമായിരുന്നു. ജോർജ് സാറ്റനെ പോലുള്ള ഇംഗ്ലീഷ് പ്രൊഫസേഴ്സ് പറഞ്ഞതാണ്. കൺക്ലൂഷൻ, ഇസ്ലാമിന്റെ ക്രെഡിറ്റ് എന്താണെന്ന് അനലൈസ് ചെയ്തുകൊണ്ട് അറബ് സിവിലൈസേഷൻ പുസ്തകം എഴുതിയ ജർമ്മൻ പ്രൊഫസർ ജോസഫ് ഹെൽ പറയുന്നത്, ക്രെഡിറ്റ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിന്റെ ക്രെഡിറ്റ് എന്തെന്ന് ചോദിച്ചാൽ, ഇറ്റ് നീദർ സ്ലൈറ്റഡ് നോർ ഇഗ്നോർഡ്.
ഒരു വിജ്ഞാനത്തെയും അത് ചെറുതാക്കി കാണിച്ചില്ല, ഒരു വിജ്ഞാനത്തെയും അത് ഉപേക്ഷിച്ചില്ല. എല്ലാ വിജ്ഞാനത്തെയും ഒന്നുപോലെ കണ്ടുകൊണ്ട് നേരത്തെ ആശംസാ പ്രാസംഗികൻ പറഞ്ഞതുപോലെ അതിനെക്കുറിച്ച് അവർ പഠിച്ചു, അതിനെക്കുറിച്ച് ഒരു ഗവേഷണം നടത്തി. അക്കാരണത്താൽ 6 നൂറ്റാണ്ട് ലോകത്തിന്റെ ആധിപത്യം അവരുടെ കൈകളിൽ അമർന്നു എന്ന് നാം അതിന്റെ യഥാർത്ഥ പാത പിൻവിട്ട് കൈയൊഴിഞ്ഞുവോ അന്ന് നാം പരാജയപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, the professors of these universities were the most enlightened thinkers of their time in strict accordance with the Prophet's teaching. ഹബീബ് റസൂലുള്ളാഹിയെ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയൊരു കാലഘട്ടത്തിൽ. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു, മണൽത്തരികളെ നോക്കിക്കൊണ്ട്, വിരിഞ്ഞു നിൽക്കുന്ന റോസാ പുഷ്പത്തെ നോക്കിക്കൊണ്ട്, ഓടി നടക്കുന്ന ഓന്തിനെ നോക്കിക്കൊണ്ട് എല്ലാവരും ബുദ്ധിജീവികൾ ഒന്നടങ്കം പറയുന്നു, ഇത് വെറുതെ ഉണ്ടാകാൻ സാധ്യമല്ല. ഡാർവിൻ സിദ്ധാന്തം ഈസ് ആൻ ഇഡിയോട്ടിക് പ്രിൻസിപ്പിൾ. ഇത് സൃഷ്ടാവിലേക്ക് വേൽച്ചൂണ്ടുന്നു. പരിഭ്രമിച്ച് നിൽക്കുന്ന മനുഷ്യരോട് ഖുർആൻ പറയുന്നു, നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷേ കുൽ, നിങ്ങൾ ശ്രദ്ധിക്കുക, കുൽ, നബിയെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം ആരാണ് ആ അവർ അന്വേഷിക്കുന്ന സൃഷ്ടാവ് എന്ന്. കുൽ, നബിയെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക, അവർ അന്വേഷിക്കുന്ന സൃഷ്ടാവ് ആരാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, എങ്ങനെയാണോ നബി നിങ്ങൾക്ക് ഓതിത്തന്നത് അതുപോലെ നിങ്ങൾ ഓതുക. കാരണം തന്നെയുമല്ല, സുമ്മ ഇന്ന അലൈനാ ബയാന, സഹാബാക്കൾ ഞങ്ങൾക്ക് തെളിവല്ല എന്ന് പറയുന്ന സുഹൃത്തുക്കൾ ഒരു വേള ചിന്തിക്കുക. സുമ്മ ഇന്ന അലൈനാ ബയാന, അതിന്റെ വിശദീകരണങ്ങൾ നാം റസൂലുള്ളാഹിക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതിനെ നിങ്ങൾ പിൻപറ്റി, അക്ഷരം പ്രതി അതിന് പിൻപറ്റി ഒരു കൂട്ടം മുസ്ലിമീങ്ങൾ മുന്നോട്ട് പോയപ്പോൾ 6 നൂറ്റാണ്ട്, ഒരു ചരിത്രകാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹബീബ് റസൂലുള്ളാഹിക്ക് ശേഷം 13 നൂറ്റാണ്ട് ലോകത്തിന്റെ സാമ്രാജ്യത്തിന്റെ താക്കോൽ മുസ്ലിങ്ങളുടെ കരങ്ങളിൽ അമർന്നു. ആരെയും ഉപദ്രവിച്ച് വാളുകൊണ്ട് നേടിയെടുത്തല്ല, ബുദ്ധി കൊണ്ട് നേടിയെടുത്തത്. ഇസ്ലാം എല്ലാവർക്കും ആവശ്യമാണ്. അതിന്റെ ഡിഫറൻസ് ഒരു കൊച്ചു കഥയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഒരു മഹാമനുഷ്യൻ ഇന്ത്യയുടെ ഒരു ഭാഗത്ത് ഒരു മരച്ചുവട്ടിലിരിക്കുമ്പോൾ, ബ്രിട്ടീഷ് ഇന്ത്യ ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്റെ കയ്യിൽ ഒരു മാലയുണ്ട്, തസ്ബീഹ് മാല. 2 പട്ടാളക്കാർ കടന്നു പോകുന്നു, കയ്യിൽ ശിക്കാറിനുള്ള വേട്ടക്കുള്ള തോക്കുമുണ്ട്. കൗതുകത്തോട് ബ്രിട്ടീഷുകാരൻ ചോദിച്ചു, ഓ മനുഷ്യ, നിങ്ങൾ എന്തേ വെറുതെ ഒരു സമയം കളയുന്നു? നിങ്ങൾ കയ്യിലിരിക്കുന്ന സാധനം എന്താണ്? തിരിച്ച് ആ സാധു മനുഷ്യൻ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ കാണുന്ന ആ സാധനം എന്താണ്? ഇതിന്റെ പേര് തോക്ക് എന്നാണ്. ഇതിന്റെ പർപ്പസ് അകലങ്ങളിൽ ഇരിക്കുന്ന മരത്തിലിരിക്കുന്ന ഒരു കൊച്ചു പക്ഷി ലക്ഷ്യം വെച്ചുകൊണ്ട് കാഞ്ചി വലിച്ചപ്പോൾ ആ പക്ഷി ചത്തു വീണു. ആ മഹാമനുഷ്യൻ തന്റെ കയ്യിലുള്ള ആ തസ്ബീഹ് മാല ഒന്ന് ചുഴറ്റി, റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം കളിമണ്ണ് കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കി ബിഇദ്നില്ല എന്ന് പറപ്പിച്ചു വിട്ട പോലെ ആ ഇത്തിബാഇനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ പ്രൂവ് ചെയ്യണമെന്ന ആ നല്ല മനസ്സോടുകൂടി ആ തസ്ബീഹ് മാലൊന്ന് ചുഴറ്റിയപ്പോൾ അവരുടെ വെടികൊണ്ട് ചത്തുവീണ ആ പക്ഷി പറന്നുപോയി. ഇസ്ലാം ഈസ് ഫോർ ദ ക്രിയേറ്റിവിറ്റി, നോട്ട് ഫോർ ദ ഡിസ്ട്രക്ഷൻ. അവിടെ ഡിസ്ട്രക്ഷനാണ് കാണിച്ചു കൊടുത്തെങ്കിൽ ഇവിടെ ക്രിയേറ്റിവിറ്റിയാണ് കാണിച്ചു കൊടുത്തത്. ഇസ്ലാമിന്റെ ബ്യൂട്ടി അതാണ് ഇസ്ലാം. ഇസ്ലാം വിൽ എക്സിസ്റ്റ് ഫോർ ദ ക്രിയേറ്റിവിറ്റി. അങ്ങനെ നടന്നപ്പോൾ സംസ്കാരങ്ങളുണ്ടായി, ഫാക്ടറികളുണ്ടായി. 150ഓളം ഇന്നും ലോകം കണ്ടെത്താത്ത കണ്ടുപിടുത്തങ്ങളുടെ പട്ടിക ഇസ്ലാമിന് ലോകത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, പരിശുദ്ധ ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞു പോയത്, പരിശുദ്ധ ഖുർആനെ കുറിച്ച് പഠിക്കുക. എങ്ങനെയാണോ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് വ്യാഖ്യാനം ചെയ്തു തന്നത്. സുമ്മ ഇന്ന അലൈനാ ബയാന, ആ ഖുർആന്റെ ഓരോ വരികളും ഹബീബ് റസൂലുള്ളാഹിക്ക് വിവരിച്ചു കൊടുത്തു. എന്നിട്ട് വിവരിച്ചു കൊടുത്ത റസൂലുള്ളാഹി പറഞ്ഞു, ആ കാണുന്ന ആളുണ്ടല്ലോ അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, റഈസുൽ മുഫസ്സിറാണ് കേട്ടോ, യു കുഡ് ഫോളോ ഹിം. ഒരു കൂട്ടം ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു, സഹാബാക്കൾ ഞങ്ങൾക്ക് തെളിവല്ല, ഞങ്ങൾ ഖുർആൻ അറബിയിലല്ല, അറബി പഠിച്ച് ഞങ്ങൾ അർത്ഥം വെക്കാം.
ഞാനിന്ന് റിക്വസ്റ്റ് എടുത്തിട്ട് അബ്സല്യൂട്ട് റോങ്, വിഡ്ഢികളുടെ സ്വർഗത്തിലായിരിക്കും. അതാണ് കാരണം ഇസ്ലാമിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക്. എന്ന് ഇത്തരം പുത്തൻ ചിന്താഗതികൾ ഉടലെടുത്തുവോ അന്ന് ഇസ്ലാം തകർന്നു. 25 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന അബ്ദുൽ ഹഫീസ് സ്പെയിനിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് അദ്ദേഹം പറഞ്ഞു, ആ പുത്തൻ ചിന്താഗതികൾ ഉടലെടുത്തതിനു ശേഷം ഇസ്ലാമിന് വിജയം ഉണ്ടായിട്ടില്ല. തിരിച്ചു പോകാൻ കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഭക്ഷണം നല്ല നല്ല ഫ്ലൈറ്റുകൾ ഉണ്ടായി എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഇലയിലൊന്ന് ഭക്ഷണം കഴിക്കാൻ. ഇന്ന് വീടുണ്ടാക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് പൗരാണിക മോഡൽ ഉണ്ടാക്കാൻ. ഡ്രസ് എടുക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്നത് ഒരു കോട്ടൺ ഡ്രസ് അടിച്ചിടാൻ. ആ ഒരു മരുന്നിന്റെ കാലത്ത് നമുക്ക് നമ്മുടെ നാട്ടിന്റെ പ്രത്യേകതയായ ആയുർവേദം, ദൈവികമായ ആയുർവേദം, ആ ആയുർവേദം നാം കൈവിട്ടപ്പോൾ ജർമ്മനിയിൽ നിന്നും സ്വിറ്റ്സർലാൻഡിൽ നിന്നും ആളുകൾ അന്വേഷിച്ചു വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലെന്തോ നാം ആയുർവേദ വൈദ്യന്മാരിലേക്ക് വീണ്ടും കടന്നിരുന്നു. ഇതുപോലെ എല്ലാത്തിലേക്കും തിരിച്ചു പോകുന്ന മനുഷ്യ, അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിലേക്കും നിനക്കൊന്ന് തിരിച്ചു പോകാൻ കഴിഞ്ഞു എങ്കിൽ പ്രതാപം തിരിച്ചെടുക്കാം. അല്ലെങ്കിൽ ആശംസ പ്രാസംഗികൻ പറഞ്ഞതുപോലെ അസ്തമിച്ചു പോകും. നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അപ്സര ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്, നിയർ ജുമാ മസ്ജിദ്, പെരിങ്ങത്തൂർ. എല്ലാവിധ ഡ്രസ് മെറ്റീരിയൽസിനും സമീപിക്കുക. ഫോൺ 0490239773. അലി അൽ സലാഹ് അൽ മർസൂഖ് ട്രേഡിംഗ്, നിയർ ബോറി മസ്ജിദ്, ദേര, ദുബൈ. ലോകോത്തര നിലവാരമുള്ള വിവിധ റെഡിമെയ്ഡ്സ്, ഡ്രസ് മെറ്റീരിയൽസ്, ഇലക്ട്രോണിക്സ് ഐറ്റംസ് വമ്പിച്ച വിലക്കുറവിൽ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ മലയാളികളുടെ ഏക സ്ഥാപനം. ട്രാവൽസ് ഇന്റർനാഷണൽ, ജുമാ മസ്ജിദ് ബിൽഡിംഗ്, പാനൂർ. ഫോൺ 30980996, ബ്രാഞ്ച് നിയർ ജുമാ മസ്ജിദ്, പെരിങ്ങത്തൂർ. ഫോൺ 239540. എയർ ടിക്കറ്റിംഗ്, എമിഗ്രേഷൻ, മെഡിക്കൽ, സൗദി വിസ സ്റ്റാമ്പിംഗ്, കുവൈറ്റ് വിസ സ്റ്റാമ്പിംഗ്, മണി എക്സ്ചേഞ്ച്, ട്രാവൽ ഇൻഷുറൻസ്, ഉംറ പാക്കേജ്, എയർ കാർഗോ, വിസിറ്റിംഗ് വിസ, ബാംഗ്ലൂർ മുംബൈ ബസ് ടിക്കറ്റ്, കമ്പ്യൂട്ടറൈസ്ഡ് റിസർവേഷൻ സിസ്റ്റം, എയർ ഇന്ത്യ എക്സ്പ്രസ്, എയർ അറേബ്യ, കിങ്ഫിഷർ എയർലൈൻസ്, എയർ ഡെക്കൻ അപ്പോയിന്റഡ് ഏജന്റ്, ഇന്ത്യയിലെ നമ്പർ 1 അയാട്ട ഏജൻസികളായ അക്ബർ ട്രാവൽസ്, റിയ ട്രാവൽസ്, എയർ ട്രാവൽസ്, സഫിയ ട്രാവൽസ് എന്നിവയുമായി ബിസിനസ് ബന്ധം. ഗ്ലോബൽ ട്രാവൽസ് ഇന്റർനാഷണൽ. MRA ബേക്കറി, ദ ടേസ്റ്റ് ഓഫ് മലബാർ, പെരിങ്ങത്തൂർ. ഫോൺ 049023930013. എല്ലാവിധ മേത്തരം ഫ്ലോറിംഗ് മെറ്റീരിയൽസിന് സമീപിക്കുക. പോണ്ടി ടൈൽസ് ആൻഡ്